ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. Smoking causes cancer. Smoking kills. Liquor drinking is injurious to health. പുകവലി അർബുദത്തിനും ക്യാൻസറിനും കാരണമായി തീരും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഹായ് തമന്ന, നിന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. വാ, ഭക്ഷണം കഴിക്കാം. വേണ്ട, കുളിച്ചിട്ട് കഴിക്കാം. ഓക്കെ. തമന്ന, വാഷ് ബേസിൻ വർക്ക് ആവുന്നില്ല. ജസ്റ്റ് ഡു സംതിങ്. ബേബി, I'll fix it. ആ പഞ്ചാരടിയൻ വരാറായിട്ടുണ്ട്. അയാള് വന്നോട്ടെ, കിളവൻ. ഈ ഹൗസിന്റെ ഓണർ ദീപക് എന്റെ ഫ്രണ്ടാ. അയാളുടെ മാമനായതുകൊണ്ടാ ഇത്രയും നാൾ വെറുതെ വിട്ട്. അല്ലെങ്കിൽ ഞാൻ അയാളെ ഒരു വഴിയാക്കിയ. ലണ്ടനിലുള്ള നിന്റെ ഫ്രണ്ട് ദീപകിനോട് ഈ കിളവനെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞൂടേടി? അതൊക്കെ എന്തിനാ, ഞാൻ തന്നെ അങ്ങേരെ ശരിയാക്കി തരാം. ഓക്കെ? യാ. ഹലോ സ്വപ്ന. വരൂ അങ്കിൾ. സ്വീറ്റ് ഗേൾ. അങ്കിൾ, നിങ്ങൾക്ക് വയസ്സായെങ്കിലും ചെറുപ്പക്കാരെ പോലെ ബിഹേവ് ചെയ്യുന്നേ. നിങ്ങളുടെ വാടക റെഡിയാണ്. ഇത്രയും വലിയ വീട്ടിന് റെന്റല്ല, മെയിൻ്റനൻസ് എന്ന് വേണം പറയാൻ. ഞാനില്ലേ അങ്കിൾ, ഈ വക കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറേ ഇല്ല. നിന്റെ കൈ കൊണ്ടൊരു ചായ ഇട്ടതാ, ഞാൻ കുടിച്ചിട്ട് പോവാം. യാ ഷുവർ. ഹലോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നാ വാടക. ടീ, കോഫി? വേണ്ട, ഞാൻ പോവാ. എന്നാ പോയിക്കോ. നീ ഇല്ലെന്ന് കരുതി കളി തുടങ്ങിയതാ. ശരിയായ അട്ട. വാഷ് ബേസ് ഞാൻ തന്നെ ശരിയാക്കിയിട്ടുണ്ട്. താങ്ക് ഗോഡ്, അറ്റ്ലീസ്റ്റ് പ്ലംബറിന്റെ കൂലിയെങ്കിലും ലാഭമായല്ലോ. പണത്തിനെ പറ്റി നീ എന്തിനാ വിഷമിക്കുന്നേ? ഞാനില്ലേ. തമന്ന, ഒരു ആഡ് കമ്പനിയിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. പുതിയ ആഡിന് വേണ്ടിയുള്ള സ്ക്രീൻ ടെസ്റ്റാ. ഐ എം ഷുവർ യുൽ ഗെറ്റ് ഇറ്റ്. ഐ ഹോപ്പ് സോ. സ്വപ്ന, നീ കുളിച്ച് റെഡിയാവ്. ഞാൻ നിന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ? യു ഡോണ്ട് വറി സർ.
മെറ്റീരിയൽസ് ഞാൻ ഇന്ന് തന്നെ ലണ്ടനിലേക്ക് അയക്കാം. That's good. മേഡം കുറച്ച് മെയിൽസ് വന്നിട്ടുണ്ട്. ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. താങ്ക് യു സമീർ. പിന്നെ വൈകിട്ടൊരു ഡിന്നറിന് പോയാലോ? എനിക്ക് ജോലിയുണ്ട്, സോറി. ഓ കം ഓൺ. നീ ഡിസ്കോയ്ക്ക് പോകുന്നതും ക്ലബിൽ പോകുന്നതും അവിടെ പോയി ഡാൻസ് കളിക്കുന്നതും എല്ലാം എനിക്കറിയാം. അവിടെയൊക്കെ ഞാൻ തനിച്ചാ പോകുന്നത്. എന്താ നിനക്ക് ആണുങ്ങളുടെ അത്രയ്ക്ക് വെറുപ്പാണോ? എന്താ സമീർ, ഞാൻ നിങ്ങളോട് അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ടോ? ഏയ് ഇല്ല. പക്ഷേ നീ ഡേറ്റിങ്ങിന് മാത്രം എന്താ വരാത്തെ? ആണുങ്ങളുടെ കൂടെ ഡേറ്റിങ്ങിന് പോകുന്നത്, അവരുടെ തോളി തൂങ്ങി നടക്കുന്നത്, ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യ. ഓ ഐ ആം സോറി. ആരോ നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചെന്ന് തോന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. അപ്പോ കുട്ടിക്കാലത്ത് എന്തെങ്കിലും? That's none of your business. Wow, babbling baby. Wow, super. She's sexy girl, so hot. Come on, baby. Come on. പ്രേമം എന്താന്നും കാമം എന്താന്നും പറഞ്ഞു തരാം, വാ. നാളെ നീ ടൂറ് പോവല്ലേ? വാടകയുടെ പേരും പറഞ്ഞ ആ കിളവൻ നാളെ ഇങ്ങോട്ട് കേറി വരും. നീ അതോർത്ത് വിഷമിക്കാതെ, അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ വേഗം വരണം കേട്ടോ. ഉറങ്ങിക്കോ. വാച്ച്മാൻ, ടാക്സി വന്നോ? ആ എപ്പോഴേ വന്നു മാഡം. ഓക്കെ, ആ ഒരു മിനിറ്റ്. ഈ 10,000 വെച്ചിട്ട് അയാളുടെ റെന്റ് കൊടുത്തേക്ക്. ഓക്കെ? നിനക്ക് ഇത്രയും കാശ് എവിടുന്നാ? അതെല്ലാം നീ എന്തിനാ അറിയുന്നേ? നീ റെന്റ് കൊടുക്ക്. തമന്ന 15 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ? ആ, പോയിട്ട് വേഗം വരാം. ഓക്കെ? ലവ് യു. ബൈ ബൈ. ബൈ തമന്ന, ടേക്ക് കെയർ. ജോ എനിക്ക് പുറത്തു പോകാൻ ഒരു മൂഡും ഇല്ല. ഓ ബേബി കം ഓൺ. നീ വന്നില്ലെങ്കിൽ തമന എന്നെ കൊന്നുകൊല വിളിക്കും. അവളെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അവള് പോകുന്നതിന് മുമ്പ് എയർപോർട്ടിൽ നിന്ന് എന്നെ ഫോൺ ചെയ്തോ. അവളില്ലാതെ നീ വല്ലാതെ കഷ്ടപ്പെടുമെന്നും സന്തോഷത്തോടും ജോളിയായിട്ടും നിന്നെ നോക്കണമെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നേ. ഇതുവരെ ഞാൻ തമ്മനെ പിരിഞ്ഞിരുന്നിട്ടേ ഇല്ല. അവളില്ലെങ്കിൽ എന്താ, ഞാനില്ലേ. നീ എന്തിനാ പേടിക്കുന്നേ? ഇന്ന് വൈകുന്നേരം നമ്മളൊരു പാർട്ടിക്ക് പോകുന്നു. അടിച്ചു പൊളിച്ച് ജോളിയായിട്ട് തിരിച്ചു വരാം. ഞാൻ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാനുള്ള മൂഡിലല്ല. ഓ കം ഓൺ ബേബി കം ഓൺ. യു വിൽ cheer up. നല്ല സെക്സി ആയിട്ട് ഡ്രസ് ഇട്ടിട്ട് വാ, നമുക്ക് പോവാം. കം ഓൺ. ഓക്കെ, നീ പുറത്തേക്ക് പോ, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. സ്വപ്ന, നീ എന്നോടാണോ വെളിയിൽ പോകാൻ പറയുന്നേ? ആഫ്റ്റർ ഓൾ ഞാനും നിന്നെ പോലെ ഒരു പെണ്ണാ. യു ആർ സേഫ് വിത്ത് മീ, സെക്യൂർഡ്. എന്നാലും നീ ഒരു ആണല്ലേ? ഏയ്, ആണാണെന്നൊക്കെ പറഞ്ഞ എന്നെ നാണം കെടുത്തല്ലോ. ഓക്കേ, ഔട്ട്, ഗെറ്റ് ഔട്ട്, ഔട്ട്. ഞാൻ പാർട്ടിക്ക് വരണോ? പുറത്തേക്ക് വരണോ? പോ, പോ. ഒരു സൈഡിൽ നിന്ന് ഞാൻ നോക്കിക്കോട്ടെടാ.
നിന്റെ out. ഉള്ളതാണ് എന്റെ ഉള്ളതെന്ന് പറഞ്ഞ് നീ വിശ്വസിക്കില്ല. പോ ഇവിടുന്ന്, പോ. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ അക്കരെ. നിനക്കെന്ത് പറ്റി ബേബി? എനിക്ക് വല്ലാതെ പേടിയാവുന്നു. വാ നമുക്ക് പോവാം. ഓ come on baby, come on, വാ, come on. ജോജോ, ഞാൻ നിന്റെ കൂടെ ഇല്ലേ? please നീ യാ. എന്തിനാ പിന്നെ ഭയപ്പെടുന്നേ? ഹലോ രാഹുൽ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? എന്താടാ ഇത്? എത്രാമത്തെ റൗണ്ടായി? മതിയാക്കാറായില്ലേ നിനക്ക്? ഓസി കിട്ടിയ ആസിഡും കഴിക്കണം എന്നല്ലേ പ്രമാണം, അറിയില്ലേ? നീ നന്നാവൂലടാ. ഹായ്, ഡാൻസ് കളിക്കാൻ വരുന്നോ? ഐ എം സോറി, ഞാൻ ഇപ്പൊ കഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ. നിന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ചാൻസ് കിട്ടുന്നുണ്ട്. തന്നെ ഇങ്ങ് പോരല്ലേ? ഓക്കെ എന്ന് പറഞ്ഞ് പിക്കപ്പ് ചെയ്ത് നാളെ ഇങ്ങ് ഡ്രോപ്പ് ചെയ്യടാ. കിട്ടിയ ചാൻസ് ഉപയോഗിക്കാൻ നോക്ക്. നന്നായിട്ട് അരക്കെട്ട് ഇങ്ങനെ ഇളക്കണം. എനിക്ക് പറ്റില്ല. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ ആരെ വായിക്കിട്ടാടാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ കള്ളും കുടിച്ചോണ്ട് പിച്ചും പെയ്യും പറയാന്നാണോ നീ വിചാരിച്ചിരിക്കുന്നേ? ജോജോ, ശ്ശെ. ജോജോ അല്ലേ? മിസ്റ്റർ രാഹുൽ തന്നെയല്ലേ നീ? ജോജോ, നിന്റെ അടുത്ത് നിന്നിരുന്നില്ലേ ആ കുട്ടി? അതേതാ? ഓ നോ 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 നോ, അവളൊന്നും നിനക്ക് സെറ്റ് ആവാൻ പോകുന്നില്ല. ആ കാര്യമൊക്കെ എനിക്ക് വിട്ടേക്ക്. അവൾ ആരാന്ന് പറ. അവള് എന്റെ കൂടെ സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിച്ച് വന്നിരിക്കുക. എന്നെയും വിശ്വസിക്കാന്ന് അവളോട് നീ പറയേ. അപ്പൊ നീയും എന്നെ പോലെ തന്നെയാ? അപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ? സ്വപ്ന, ഇതാ നോക്കേ, ഇതാണ് രാഹുൽ. Hi. രാഹുൽ, nice to Nice meet to you. meet you. എന്റെ ബോയ് ഫ്രണ്ടാ. ഓ, അതെയോ? അയ്യോ അയ്യോ. Can I have a dance with you? Oh, go 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 go. Okay, sure. Naughty boy. എന്ത്? ഒന്നുമില്ല, പറഞ്ഞാ തെറ്റിദ്ധരിക്കില്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. എന്തായാലും പറഞ്ഞോ. എനിക്കറിയാവുന്ന ഹാൻസം ബോയ്സ് എല്ലാം ജോജോയെ പോലെയുള്ളവർ എന്തിനാ കൂടെ കൊണ്ട് നടക്കുന്നേ? അല്ലേ? നീ വളരെ ഫ്രാങ്ക് ആണല്ലോ. നമ്മള് ചിരിച്ച് സംസാരിക്കുന്നൊക്കെ കണ്ട് ജോജോ അസൂയപ്പെടുന്ന കണ്ടോ? അവന്റെ കാതി കൂടെ പുകയാ വരുന്നേ. ജോജോ ഉമ്മ. Now he's going to kill me. വാ പോ. വാ വാ. നിക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. Come on. ഹേയ് ജോജോ, ഹായ്. നിന്നെ ഒരുപാട് മിസ് ചെയ്തോടാ. ഞാനും മിസ് തന്നെയല്ലേ, പിന്നെ ഞാൻ എങ്ങനെ മിസ് ചെയ്യും? ജോജോ, ഞാൻ വാഷ്റൂം വരെ പോയിട്ട് വരാം. ഓ പോ, അതൊന്നും അടക്കി വെക്കരുത്. എന്താ ചേട്ടാ? അതെ, നീ വിട്ടോ, വീട്ടിൽ പോടാ. ഇല്ല, ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തിട്ടേ പോന്നുള്ളൂ. ഇനി അങ്ങനെ ഒരു വിഷമം നിനക്ക് വേണ്ട. അവള് നിന്റെ കൂടെ ഒന്നും വരില്ല, എന്റെ കൂടെ വരുള്ളൂ. എന്താ വരാത്തേ? ഞാൻ സേഫ് ആണെന്ന് നമുക്ക് അറിയാലോ. ഇല്ല, ഞാനല്ല അവളെ കൂട്ടിക്കൊണ്ടുവന്നേ, ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുപോക്കോളാം. എല്ലാം കൂടി ചേർത്ത് നിനക്ക് എത്ര വേണ്ടേ? നടക്കില്ല. ഇന്ന് പിക്കപ്പ് ചെയ്തിട്ട് നാളെ ഡ്രോപ്പ് ചെയ്ത് ആരാ മറുപടി പറയണേ? എത്ര വേണമെന്ന് പറ. എത്രയുണ്ട്? ഇത് മുഴുവൻ നീ വെച്ചോ. ഇനി 10 ദിവസത്തേക്ക് അവളുടെ കൺമുന്നിൽ പോലും വരരുത്. ഇത് 5 ദിവസത്തേക്ക് പോലെ. Boys, I'm back. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലി വന്നിട്ടുണ്ട്, ഞാൻ പൊക്കോട്ടിട്ടാ. അയ്യോ ഭയപ്പെടണ്ട, ഇവനുണ്ടല്ലോ, ഡ്രോപ്പ് ചെയ്തോളും, നീ പേടിക്കണ്ട. ഞാൻ പൊക്കോട്ടെ. ജോജോ. I will drop you. ശരി, ഇപ്പൊ നമുക്ക് ഡാൻസ് കളിക്കാം. Come on. 1 2 3 4. 1 2 3 4 എന്ന് വെച്ചാ? I love you. ആ? ജോജോയോട് പറയാനുള്ളത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്താ മിണ്ടാതിരിക്കുന്നേ? സത്യമല്ലേ? കള്ളി, മനസ്സിലാക്കി കളഞ്ഞല്ലോ. കണ്ടുപിടിച്ചില്ലേ? നിന്റെ ഫോൺ നമ്പർ തന്നാൽ
ഇടയ്ക്കിടെ എനിക്ക് വിളിക്കാലോ. തരാലോ. ദാ എഴുതിക്കോ. പറഞ്ഞോ പറഞ്ഞോ. 494-7632. താങ്ക് യു സ്വീറ്റി. ആ ഇവിടെ ഹലോ. ഓ ഹായ് സ്വപ്ന, ഹൗ ആർ യു? ഐ എം ഫൈൻ. നിനക്ക് സുഖാണോ? ഞാൻ ആകെ വിഷമത്തിലോ. എന്തു പറ്റി? ആ ജോജോ ഇല്ലേ, അവൻ എന്നെ ചതിച്ചു. ആ അവൻ എന്നെ വിട്ടിട്ട് പുതിയ ബോയ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങി നടക്കുവോ. സത്യാണോ പറയുന്നേ? ആ അവനെ ഞാൻ എത്ര വിശ്വസിച്ചിരുന്നതാ. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ ഒറ്റക്കായി പോയത് കൊണ്ട് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ? നീ ഇപ്പൊ എവിടാ? അത് ഞാനിപ്പോ. നീയും തനിച്ചില്ലേ? എന്നാ നമുക്ക് മീറ്റ് ചെയ്യാം. വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ പിക്ക് ചെയ്ത് നമുക്ക് ഡിസ്കോ കാണാൻ പോവാം. ഇല്ലില്ല, എനിക്കിന്ന്. നീ എന്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞാ പിന്നെ ആരാ എന്റെ കൂടെ വരാ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ കരയാ? പ്ലീസ് പ്ലീസ് ഡോണ്ട് ക്രൈ. ഓക്കെ ഓക്കെ ലിസൺ, റിലാക്സ്. ഞാൻ എന്തായാലും നിന്റെ കൂടെ വരാം. ഓക്കെ 8 o'clock. ഓക്കെ ബൈ. അടിച്ചു മോനെ, ബമ്പർ അടിച്ചടാ. ഓവറാകല്ലേ? രാഹുൽ, എന്തേ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ജോജോയുടെ ഓർമ്മ വന്നോ? അതെ. ഓ റിയലി? ഓ പോ ബേബി. എല്ലാം ശരിയാവും, ഡോണ്ട് വെറി. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഞാനില്ലേ നിന്റെ കൂടെ, അതുപോരെ? എന്തേ കാണിക്കുന്നേ? എന്തു പറ്റി നിനക്ക്? സ്വപ്ന, അതായത് ഞാൻ പറയുന്ന കേൾക്ക്. പ്രണയം വളരെ വിചിത്രമാണ്. അത് ആർക്ക് എപ്പോ വരുമെന്ന് പറയാനാകില്ല. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയിരുന്നു. നീ ജോജോയുടെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് നിന്നെ പരിചയപ്പെടാൻ വേണ്ടി എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. യു ചീറ്റ്. നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ? ഇല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല. സ്വപ്ന, ഞാൻ പറയുന്നത് കേൾക്ക്. സ്വപ്ന, സ്വപ്ന, ഞാൻ നിന്നെ ടാക്സി! സ്വപ്ന, ടാക്സി! കേൾക്ക്. I said please stop. സ്വപ്ന, സ്വപ്ന, ഞാൻ പറയുന്നത് കേൾക്ക്. വേഗം വണ്ടി എടുക്ക്. Come on സ്വപ്ന, സ്വപ്ന, സ്വപ്ന പ്ലീസ്. ഏയ് സ്വപ്ന, listen to me. സ്വപ്ന, വണ്ടി കാശ് തന്നിട്ട് പോ. വെറുതെ ഇരിക്കടോ. സ്വപ്ന, സ്വപ്ന ഒരു മിനിറ്റ്. സ്വപ്ന, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവള് കഥകടച്ചകത്ത് പോയി. സാറ് കാറെടുക്കോ? എനിക്കും പോണം. കാശ് നിന്റെ അച്ഛൻ തരുമോ? ഓടാ സമുദ്രഹി. എവിടുന്ന് വരുന്നവനാ? പാലവിടെ പുറത്ത് വെച്ചിട്ട് പോ. പറഞ്ഞാലും മനസ്സിലാവില്ല. ഡിസ്റ്റർബ് ചെയ്യാതെ പാല് പുറത്ത് വെച്ചിട്ട് പോകാൻ തന്നോട് എത്ര തവണ പറഞ്ഞു? എന്താ എന്താ എന്തിനാ പുറത്തേക്ക് വിളിക്കുന്നേ? തനിക്ക് എന്താ എന്താടോ പറയാൻ? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയേ. ഇവിടെ ഇപ്പൊ നമ്മള് രണ്ടാളും മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് എന്തു ആകാന്ന് കരുതണ്ട കേട്ടോ. മോളു, നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഐ ലവ് യു. നിന്നെ കാണുന്നത് വരെ എനിക്ക് ആണുങ്ങളെയൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. ഓ, അപ്പൊ നിനക്ക് പെണ്ണുങ്ങളോടാണോ ഇഷ്ടം? ഒരു കാര്യം അറിയോ? ഞാനും തമന്നയും ഞങ്ങളെ ശല്യം ചെയ്തവന്മാരെയൊക്കെ നല്ല ഇടി ഇടിച്ചോടിച്ചിട്ടുണ്ട്. പൂ പോലെ തീ കൈ കൊണ്ടോ? കാണട്ടെ. യു വാണ്ട് ടു സീ? വേണ്ട വേണ്ട. സ്വപ്ന, സ്വപ്ന, സ്വപ്ന. തമന്ന, തമന്ന. How are you, darling? I'm in top of this world, തമന്ന. എനിക്ക് സന്തോഷായി, ഒത്തിരി സന്തോഷായി. നീ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് വലിയ അത്ഭുതം തോന്നി. നീ തനിച്ചായിരുന്നല്ലോ, എന്നെ മിസ് ചെയ്തില്ലേ? മിസ് ചെയ്തു എന്നുള്ള സത്യ. നിന്നോട് കുറെ പറയാനുണ്ട്.
നീ ഇല്ലാതിരുന്ന 15 ദിവസം അതെങ്ങനെ പോയിന്നേ അറിഞ്ഞില്ല. എന്താ സംഭവിച്ചേ? 1 2 3 4. എന്ത്? ഐ മീൻ ലവ് തമന്ന. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു. ലവോ? എന്താ പറഞ്ഞു വരുന്നേ? ആരാണവൻ? തമന്ന, നിനക്ക് അവനെ ഒത്തിരി ഇഷ്ടാവും. ഹീസ് എ വെരി സ്വീറ്റ് ഗൈ. അവന് നല്ല കെയറിംഗ് ആ. സ്വന്തമായിട്ട് ഷിപ്പിംഗ് കമ്പനി ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ലണ്ടനിൽ പോയി സെറ്റിൽ ആയവരാ. അവന്റെ പാരന്റ്സ് ഒക്കെ ലണ്ടനിലാ ഉള്ളത്. എന്നുവെച്ചാ നല്ല കുടുംബത്തിലുള്ളവര് നമ്മളെ നന്നായി നോക്കും. ശരിയല്ലേ തമന്ന? ഞാനിന്ന് വൈകിട്ട് അവനെ നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. നിന്നെ കുറിച്ച് അവനോട് കുറെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഐ ജസ്റ്റ് ഗോ ആൻഡ് കോൾ ഹിം. ഓക്കെ? ഹായ് തമന്ന. ഹായ്. ഹാ, ഇതാണ് ഞാൻ പറഞ്ഞ രാഹുൽ. ആൻഡ് രാഹുൽ, ദിസ് ഇസ് തമന്ന. ഹായ് തമന്ന, നൈസ് ടു മീറ്റ് യു. ശരി, രാഹുലിനെ കണ്ടതിന്റെ പേരിൽ ഒരു ഗെയിം കളിച്ചാലോ? വാട്ട്സ് യുവർ ബർത്ത്ഡേ? ഞാൻ ജനിച്ചത് 10th ഡിസംബർ. ഓക്കെ, നമ്പർ 10 വെക്കും. ഏയ് തമന്ന, കം ഓൺ, ഡോണ്ട് ബി സില്ലി. ഓ, കം ഓൺ 10. ഐ ആം സോറി, എന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾക്ക് ലക്കില്ലെന്ന് തോന്നുന്നു. അതെ, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നേ. എനിവേ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. എനിക്ക് എപ്പോഴും തോറ്റ ശീലമുണ്ട്. എനിക്കെപ്പോഴും ജയിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ജയിക്കുന്നത് നീയാണോ ഞാനാണോ എന്ന് കാണാം. ഏത് കളിയില്ല? ജീവിതമേ ഒരു കളിയല്ലേ? വെൽ സെറ്റ്. എന്നാൽ നമ്മൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം. എന്താ അത്? ഞാൻ ജീവിതം കൊണ്ട് കളിക്കാറില്ല. ഓ, അപ്പൊ പ്രേമത്തിൽ തോറ്റുവെന്ന് പേടിയുണ്ടോ? എന്തിനു പേടിക്കണം? സ്വപ്നെന്നെ പ്രണയിക്കുന്നുണ്ടല്ലോ. ഇത് സെലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, കം ഓൺ. ചിയേഴ്സ്. ഏയ് തമന്ന, ഞാൻ പറഞ്ഞിരുന്നില്ലേ നിനക്ക് രാഹുലിനെ ഒരുപാട് ഇഷ്ടാവുന്ന്. ധൃതി വെക്കാതെ സമാധാനപ്പെട്. ഒറ്റ ദിവസം കൊണ്ട് ഒരു ആണിനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംശയത്തോടെ നോക്കിയാ ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നുവെച്ചാ സ്വപ്നയെന്ന് എനിക്ക് ഇനിയും വിശ്വാസമായിട്ടില്ലാന്ന്. എന്തായി പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും പരിചയപ്പെട്ടിട്ട് 2 ആഴ്ചയായില്ലേ? തമന്ന, യഥാർത്ഥ പ്രണയത്തിനുള്ളിൽ ഒരിക്കലും സംശയങ്ങൾ വരില്ല. എനിക്കും സ്വപ്നയ്ക്കും ഇടയിലുള്ള പ്രണയം അങ്ങനെയാണ്. യെസ്, പ്രേമം. പ്രേമം എന്ന പേരിൽ ആണുങ്ങൾ പെണ്ണുങ്ങളെ പറ്റിക്കുക ചെയ്യുന്നത്. ഞാൻ അത്തരത്തിലുള്ള ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആണുങ്ങളും ഒരേപോലെയാ. ഇപ്പൊ ആവശ്യമില്ലാതെ എന്തിനീ ആർഗ്യുമെന്റ്സ്? നീ എന്ത് വിചാരിച്ചാലും ശരി, ഞാൻ സ്നേഹിക്കുന്നത് സ്വപ്നയാ, തന്നെയല്ല. ഏയ് 1 2 3 4. തമന്ന, എന്റെ ആളെങ്ങനെയുണ്ട്? അവനെന്താ? ഹീസ് ഓക്കെ. അത്രേ ഉള്ളൂ? വേറെ എന്ത് പറയണമെന്നാ വിചാരിക്കുന്നെ? നിനക്ക് എന്താ തോന്നിയെന്ന് പറയ്. ദേ നോക്ക്, നീ കരയുന്ന കാണാൻ എനിക്കിഷ്ടല്ല. ഞാൻ കരയുമെന്നോ? രാഹുൽ വളരെ നല്ല ആളാ. രാഹുൽ വളരെ നല്ല ആളാണെന്നല്ലേ? സ്വപ്ന, എല്ലാ ആണുങ്ങളും ഒരേപോലെയാ. മയക്കുന്ന സംസാരം, പിന്നെ പ്രേമം. അത് വിശ്വസിച്ച് കുറച്ച് സ്ഥലം കൊടുത്താൽ മതി, പിന്നെ കാര്യം സാധിച്ച അവന്മാര്. രാഹുൽ അതുപോലത്തെ ആളല്ല. ആണുങ്ങളെല്ലാം ചതിയന്മാരാ. പൂച്ചകളിൽ വെജിറ്റേറിയൻ ഇല്ലല്ലോ, മന്ദബുദ്ധി. ഹോ, നീ അവനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുക. പ്രൂവ് ചെയ്താൽ അത്രേ ഉള്ളൂ നിന്റെ വിശ്വാസം? പന്തയം വെച്ചപ്പോ പേടിച്ചു പോയോ? എന്താ? ഞാൻ തയ്യാറാ. ടാക്സി. ഏയ്, നിനക്കെന്താ കണ്ണ് കാണുന്നില്ലേ? തമന്ന, താനോ? രാഹുൽ. ഹായ്. ആരെ തോൽപ്പിക്കാൻ എത്ര തിരക്ക് പിടിച്ചോടുന്നേ? എന്താ? അല്ല, എന്റെ ഈ കാറ് വരുന്നത് പോലും നീ അറിഞ്ഞതേയില്ലല്ലോ. ഞാൻ കുറച്ച് അർജന്റായിട്ട് പോവായിരുന്നു, ടാക്സി കിട്ടിയില്ല. എങ്ങോട്ടാ ഇത്ര ധൃതി? രമദ റിസോർട്ടിലേക്ക്. അങ്ങോട്ടേക്ക് ടാക്സി വിളിച്ചിട്ട് വരുന്നില്ല. അത്ര ദൂരത്തേക്ക് ആര് വരാനാ? നീ വരാൻ പോവാ. ഏയ്, നോ, നോ.
തമന്ന എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗിന് പോകാനുണ്ട്. തമന്ന പ്ലീസ് പ്ലീസ്. പ്ലീസ് പ്ലീസ് എനിക്കൊരു ക്ലയന്റുമായിട്ട് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. 7 മണിക്കുള്ളിൽ അവിടെ എത്തണം. എന്നാൽ അത്രയും ദൂരം? ഞാൻ നിന്റെ ഗേൾഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അതുകൊണ്ടെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചൂടെ? യു ആർ ബ്രില്യന്റ്. രമദ റിസോർട്ട്. ഡയമണ്ട്സ്. എന്റെ ബോസ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഡയമണ്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് സെയിൽസ് ചെയ്യാം. അപ്പോ നീ ഇപ്പൊ കാണാൻ പോകുന്ന ക്ലയന്റ്? ഞങ്ങൾക്ക് ഒരുപാട് ബിസിനസ് തരുന്ന ഒരു ക്ലയന്റാ. യു ആർ ലുക്കിംഗ് ഹാൻസം. എന്താ? മനസ്സിൽ തോന്നിയത് പറഞ്ഞതാ, പക്ഷെ അതാ സത്യം. നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടിനോട് പഞ്ചാരടിക്കുന്നേ. ഞാൻ മനസ്സിലുള്ളത് തുറന്നു പറയും. നിന്നെ കണ്ട ഏത് പെണ്ണിനെ ഇഷ്ടപ്പെടാത്തത്? താങ്ക് യു. യു ആർ വെൽക്കം. മഹേഷ് ഇല്ലേ? നിങ്ങൾ തമന മേഡമല്ലേ? അതെ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്, സാറിപ്പം വരും. ഞാൻ പുറത്തു പോവാ. പോണോന്നോ? എങ്ങോട്ട്? എന്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതെല്ലാം ഓക്കെ, പക്ഷേ ഞങ്ങൾ എങ്ങനെയാ തനിച്ചിരിക്കുന്നേ? നിങ്ങൾ വരുമെന്ന് സാറ് പറഞ്ഞായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. വെയിറ്റ് ചെയ്യൂ, സാറിപ്പം വരും. നിന്റെ ക്ലയന്റിന് നിന്നെ തനിച്ച് കാണണമെന്ന് ആഗ്രഹം. അതുകൊണ്ടാണ് ജോലിക്കാരനെയും ഒഴിവാക്കിയത്. തനിച്ച് അയാളുടെ കൂടെ ഈ ബംഗ്ലാവില് നന്നായിരിക്കുമല്ലേ? എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. നീയും കൂടെ ഇവിടെ നിൽക്കൂ. ഏയ് ഇല്ലില്ല, എനിക്ക് ജോലിയുണ്ട്. പ്ലീസ്. പക്ഷേ എനിക്ക് രാഹുൽ, ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, എനിക്കറിയാം. ഹേയ്, ആ ഊഞ്ഞാല് നോക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടം. ഇതിൽ കിടക്കുമ്പോ എന്റെ അമ്മയുടെ മടിയിൽ കിടക്കുന്ന പോലെ തോന്നും. നിന്റെ അച്ഛനും അമ്മയും എവിടെയുള്ളത്? എന്റെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയതാ. അച്ഛനൊരു ദുഷ്ടനാ. അമ്മ പോയപ്പോ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. നീ സത്യമാണോ ഈ പറയുന്നത്? കുടിച്ചു കഴിഞ്ഞ പിന്നെ നല്ല ഇടി അടിക്കുന്നേ. 18 വയസ്സ് കഴിഞ്ഞപ്പോ ഞാൻ ആ വീട് വിട്ടിറങ്ങി. ഞാൻ തന്നെ പഠിച്ച് ഞാൻ തന്നെ വളർന്ന് എനിക്ക് സ്വന്തം എന്ന് പറയാൻ വേണ്ടിട്ട് ആരുമില്ല. പക്ഷെ ഒരു ഫ്രണ്ട് ഉണ്ട്. സ്വപ്ന. റൈറ്റ്. ആക്ച്വലി നിനക്കിപ്പോ ഒരു ലൈഫ് പാർട്ട്ണറെ വേണ്ടത്. ഇതിന് എന്താ അർത്ഥം? മനസ്സിലായില്ല? നിന്റെ ക്ലയന്റിന് നല്ല കളർ സെൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഷാംപെയിൻ, അതും നല്ല ചിൽ. ആഘോഷിക്കാൻ തന്നെയാണ് വരാൻ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. നോക്കി നിൽക്കാതെ ഓപ്പൺ ചെയ്യും. ഓ സോറി. ചിയേഴ്സ്. ബോട്ടിലായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? നിന്റെ ക്ലയന്റ് എന്തിയേ? ഇതുവരെ വന്നില്ലല്ലോ. അഡ്രസ് മറന്നു പോയിട്ടുണ്ടാവും തോന്നുന്നു. നിന്റെ ക്ലയന്റ് വേറെ ആരെയോ സെറ്റപ്പ് ചെയ്തെന്നാ തോന്നുന്നേ. അതാ നിന്നെ പറഞ്ഞേ. സോറി സോറി, ലെറ്റ്സ് ഗോ. വീട് പൂട്ടാതെ എങ്ങനെ പോകുന്നേ? കള്ളന്മാരാരെങ്കിലും വന്ന അതിന് നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷമായിട്ട് കുടിച്ചിട്ട് രാത്രി ഇവിടെ തന്നെ തങ്ങാം. നിനക്ക് തലക്ക് പിടിച്ചു. ഒരു കാര്യം ചെയ്യ്, നീ ബംഗ്ലാവിന് കാവലിരി, ഞാൻ പോവാ.
ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്? ക്ലയന്റ്, മീറ്റിംഗ് എല്ലാം നിന്റെ നാടകമായിരുന്നില്ലേ? എന്നെ മയക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, സ്വപ്നയെയും എന്നെയും നീ തെറ്റിക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ? നിന്റെ താളത്തിനൊത്ത് ഞാൻ തുള്ളുമെന്ന് വിചാരിച്ചോ? കാണുന്നതിനെ എല്ലാം ആഗ്രഹിക്കുന്നവനല്ല ഞാൻ. നാണമില്ലടി നിനക്ക്? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലേ? അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തത്. നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ നിന്നെ വെറുതെ ടെസ്റ്റ് ചെയ്തതാ. എന്തിനെ? എന്താന്ന് വെച്ചാൽ എന്റെ സ്വപ്ന തെറ്റായ ഒരുത്തിനെ വിശ്വസിച്ച് സ്വന്തം ജീവിതം ബലി കൊടുക്കരുത്. നീ അങ്ങനെയുള്ളവനാണോന്ന് അറിയാൻ വേണ്ടിട്ടാ ഇങ്ങനെ ചെയ്തത്. മൈ ഗോഡ്, ഞാനാ തെറ്റിദ്ധരിച്ചത്. സ്വപ്നയും ഞാൻ നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ നിന്നെ വെറുതെ വേണ്ടായിരുന്നു. ഞാൻ അവളോട് പന്തയം വെച്ചിട്ടുണ്ട്. നീയും മറ്റാണുങ്ങളെ പോലെ തന്നെയാണ്. പന്തയത്തിൽ ഞാൻ തോറ്റു. സ്വപ്നയോട് നടന്നതൊന്നും പറയരുത്. അവൾക്ക് വല്ലാതെ വിഷമം തോന്നും. ഇതെല്ലാം അവൾക്ക് വേണ്ടി ഞാൻ. നീ വിഷമിക്കണ്ട. നമുക്കിടയിൽ നടന്ന ഈ സംഭവം ആരും അറിയില്ല. നിന്നോടൊരു സത്യം പറയട്ടെ, ഞാൻ നീ എന്റെ നല്ല ഫ്രണ്ട് തന്നെയാ. ഇപ്പോഴേ നമ്മൾ ഒരുപാട് വൈകി. വാ പോവാം. എന്റെ ഈ കഴിവിന് മുന്നിൽ ഈ 10,000 രൂപ ഒന്നുമല്ല. പോട്ടടി മോളെ. മതി മതി മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. സ്വപ്ന, ഐ ആം സോറി. മിണ്ടി പോരുത്. ആർക്ക് വേണം നിന്റെ സോറി? എനിക്കൊരു ഷിപ്പിംഗ് കമ്പനി ഉണ്ടെന്ന് നിനക്ക് അറിയില്ലേ? എന്നാ അതിനെ കല്യാണം കഴിച്ചോ. ഏയ്, പെട്ടെന്ന് തണുത്ത ജ്യൂസ് എടുക്ക്. എന്റെ ആള് നല്ല ചൂടില്ല, വേഗം വേണേ. ഏയ് സ്വപ്ന, എനിക്ക് എപ്പോഴും നിന്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ, അറിയൂ. ഉറങ്ങുമ്പോഴും നീ മാത്രമാണ് എന്റെ ഉള്ളിൽ, ഓഫീസിലിരിക്കുമ്പോഴും നീ മാത്രമാണ് എന്റെ ഉള്ളിൽ. സത്യം? സത്യമായിട്ടും ഐ ലവ് യുടാ. സ്വപ്ന, എന്താ? ഈ വീക്കെൻഡിൽ ഇഷ്ടം പോലെ ലീവ് ഉണ്ട്. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, 1 2 3 4 ഗോവയ്ക്ക് പോകാം. നമ്മൾ ഒന്നിച്ച് അടിച്ചു പൊളിക്കാം. അത് നല്ല ഐഡിയ രാഹുൽ. ഞാനും നീയും മാത്രമല്ലേ പോകുന്നുള്ളൂ? പിന്നെ നാട്ടുകാരെ മൊത്തം കൂട്ടാൻ പറ്റും. രാഹുൽ, കല്യാണം കഴിക്കണോ? രാഹുൽ, ശരി, പോയിട്ട് വന്നിട്ട് കഴിക്കാം. രാഹുൽ മനസ്സിലാവുന്ന പോലെ പറ. വേറെ റൂം എടുക്കാം. ഈ ഡീൽ എനിക്ക് ഓക്കെ. നീ എന്റെ റൂമിലേക്ക് വരരുത്. ഓക്കേ, അങ്ങനെയാണെങ്കിൽ നീ എന്റെ റൂമിലേക്ക് വാ. തമന്ന, തമന്ന, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. തമന്ന. എന്താ? ഒരു കാര്യം അറിഞ്ഞോ നീ? എന്താ പറയേ? ഞാനും രാഹുലും 4 ദിവസത്തേക്ക് ഔട്ടിങ്ങിന് പോവാ. 4 ദിവസത്തേക്കോ? അതെ, ലോങ് വീക്കെൻഡ്. എനിക്ക് ലീവ് തന്നെയാ. ഓ, എനിക്ക് സന്തോഷമായി. ഒരുപാട് നാളായി പോണെന്ന് വിചാരിക്കുന്നു. സ്വിമ്മിങ്ങിന് പോവാം, കടലിൽ കുളിക്കാം, ഇഷ്ടമുള്ളിടത്തൊക്കെ പോവാം. ഐ ആം സോ എക്സൈറ്റഡ്. ഞാനും വരണ്ടേ? നീ ഇല്ലാതെയോ? നിനക്ക് ഞങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമല്ലേ? ആ, ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ ഇപ്പൊ തന്നെ പാക്ക് ചെയ്യാൻ പോവാ. ഓക്കെ?
കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു ഔട്ടിങ്ങിന് പോണെന്ന് വിചാരിച്ചിരുന്നതാ. നാല് ദിവസത്തേക്ക് ഒരു ഓഫീസ് ടെൻഷനും ഉണ്ടാവില്ല. നമുക്ക് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ടിരിക്കാം. പണിയായല്ലോ. ഹായ് രാഹുൽ. ഹായ്. ഇവളെങ്ങോട്ടാ ഈ പെട്ടിയും കിടക്കോട്ട് വരുന്നേ? ഒന്നും ചോദിക്കണ്ട, ഞാനെല്ലാം പറയാം. പക്ഷേ പ്ലീസ് എനിക്ക് വേണ്ടി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. ശരി, എന്തെങ്കിലും ചെയ്. എന്താ മാഡം ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എങ്ങനെയാ? വാ പോവാ. പോവാൻ രാഹുൽ, പ്ലീസ് വാ. Such a lovely place. Oh. സ്വപ്ന, നിനക്ക് ഓർമ്മയുണ്ടോ രാജേഷിന്റെ കണ്ണനെ കൂടെ നമ്മളിവിടെ വന്നത്? അവന്റെ കൂടെ രസമായിരുന്നല്ലേ? നിനക്കത് ഓർമ്മയില്ല? നമ്മളന്ന് ബോട്ടിങ്ങിന് പോയപ്പോ അവന്മാര് വല്ലാതെ പേടിച്ചു പോയല്ലേ? അവന്മാര് പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല, പേടിച്ചു വരച്ച് നമ്മുടെ റൂമിലല്ലേ അന്ന് കിടന്നത്. നീ ഇപ്പോഴും എല്ലാം ഓർത്തു വെച്ചിരിക്കയാണോ? രാഹുൽ, ഈ സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലേ? നിനക്ക് ഇഷ്ടായോ? നിങ്ങളിവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. സ്വപ്ന ഇവിടെ വെയിറ്റ് ചെയ്യും. ഞാനും. നീയുമോ? ആണുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, വിചാരിക്കുമ്പോ വിചാരിച്ചെടുത്ത് കാര്യം സാധിക്കാം. അതേടാ, പെണ്ണുങ്ങളുടെ കാര്യ കഷ്ടം. ഓ ഗോഡ് രാഹുൽ, എനിക്ക് പോണം. ഇവിടുന്ന് റിസോർട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ എടുക്കും. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും. വേണ്ട വേണ്ട, ഞാനൊന്ന് പോയിട്ട് വരാം. നോ നോ നോ, നീ എന്നെ വിട്ടിട്ട് അവളെ കൊണ്ട് പോകും. ഐ നോ യു. അത്തരം മോശക്കാരനല്ല ഞാൻ, കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് നിനക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു രാഹുൽ. എന്തായാലും വന്നില്ലേ? സ്വപ്നയെ പിരിഞ്ഞ് ഒരു ദിവസം പോലും നിനക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. വരണ്ടെന്ന് പറയായിരുന്നില്ലേ? വേണ്ടെന്ന് ഞാൻ പറഞ്ഞ നീ കേൾക്കുമായിരുന്നോ? ഓക്കെ ഓക്കെ, കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ വഴക്കൊന്ന് നിർത്തി വെക്കുന്നുണ്ടോ? രാഹുൽ, റിസോർട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? അത് ഞാൻ പറഞ്ഞില്ലേ, 1 മണിക്കൂർ എടുക്കും. ഏയ് സ്വപ്ന, അടുത്തു വാ. ഏയ് തമന്ന, 1 മിനിറ്റ്. ഏയ് തമന്ന, എന്റെ റൂമിൽ നിന്ന് സൺക്രീം ഒന്ന് എടുത്തിട്ട് വരുമോ പ്ലീസ്? വെയിൽ കൊണ്ട് എന്റെ സ്വപ്നയുടെ ശരീരം കറുത്തു പോകും. അതുകൊണ്ട് സൺക്രീം എടുത്തിട്ട് വാ. 216 മൈ റൂം. ചാവി റിസപ്ഷനിലുണ്ട്, വാങ്ങിച്ചോളൂ പ്ലീസ് 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 പ്ലീസ്. താങ്ക് യു. കമോൺ കമോൺ, വേഗം വാ. അതൊക്കെ ഞാൻ പറയാം, വാ എന്റെ കൂടെ. വേഗം ആട്ടെ, കമോൺ. അവൾ വരുന്നതിന് മുമ്പ് നമുക്ക് പോണം. എന്തിനാ തമന്നെ ഒഴിവാക്കിയത്? കുറച്ചു നേരെങ്കിലും അവളുടെ ശരീരം നമുക്ക് അടിച്ച് പൊളിക്കാലോ. എവിടെ പോയി അവര്? ആ കിടക്കുന്നത് കണ്ടോ? നമുക്കുള്ള സ്പെഷ്യൽ ബോട്ടാ അത്. ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞില്ലേ, അതാണിത്. നോക്കി. ഇന്നത്തെ ദിവസം പോയതേ അറിഞ്ഞില്ല. ശരിക്കും അടിച്ചു പൊളിച്ചു അല്ലേ സ്വപ്ന? സുന്ദരമായ കടൽ, നീലാകാശം, നമ്മളെ പോലുള്ള ലവേഴ്സിന് അടിച്ചു പൊളിക്കാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? എന്തു പറ്റി തമന്ന? മുഖം കണ്ടിട്ട് എന്തോ വിഷമമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഒന്നുമില്ലല്ലോ, ഐ എം ഫൈൻ. തനിച്ചിരുന്ന് ബോറടിച്ചത് കൊണ്ടായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല.
തനിച്ചിരിക്കുന്നത് എനിക്കൊരു പുതുമയല്ലല്ലോ. സ്വപ്നയില്ലാത്തോണ്ട് നീ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഓ, അതുകൊണ്ടാണ് നീ അവളെ വിളിച്ചോണ്ട് പോയത്? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഞാനും സ്വപ്നയും കുറച്ചേരം തനിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചു. ഗുഡ്ബിയുടെ കൂടെ സംസാരിച്ചിരിക്കുന്നത് തെറ്റാണോ? അപ്പൊ നിങ്ങൾക്കിടയിൽ ഞാനെന്തിനാ ഒരു കരടാകുന്നേ? വേണ്ട തമന്ന, നീ ഇവിടെ ഇരിക്ക്. ഞാൻ കിടന്നുറങ്ങാൻ പോവാ. രാവിലെ ജോഗിങ്ങിന് പോണം. ഹാവ് ഫൺ. ഓക്കെ, ബൈ. തമന്ന, ഹേ യു. 1 2 3 4. എന്തു പറ്റി രാഹുൽ? എന്താ നീ തനിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല. വാന്നേ, നമുക്ക് സ്വിമ്മിങ്ങിന് പോവാം. ഇല്ല, എനിക്ക് മൂടില്ല. നീ പൊക്കോ. എന്തു പറ്റി? സുഖമല്ലേ നിനക്ക്? എനിക്കൊരു കുഴപ്പമില്ല. ഐ ആം ഫൈൻ. പിന്നെ എന്താ പറ്റിയേ? ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നെ കുറച്ചേരം തനിച്ചിരിക്കാൻ വിട്. രാഹുൽ, 1 2 3 4. നിനക്ക് ഈ വിചാരം മാത്രമേ ഉള്ളൂ. കാര്യമറിയാതെ സംസാരിക്കല്ലേ സ്വപ്ന. ദയവ് ചെയ്തൊന്ന് പോയി തരാമോ പ്ലീസ്? ക്രോസിൻ തരട്ടെ? വന്നെടുത്തതാ. ശരി, വാ. ശരി, പോയി വേഗം വാ. നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാം. തലവേദന വല്ലാതെ കൂടുതലായി സ്വപ്ന. നീ വന്ന് ബാം തേച്ചതാ. ഏയ് ഓക്കെ രാഹുൽ, രാവിലെ മീറ്റ് ചെയ്യാം. ഏയ്, സമയം 8 ആയുള്ളൂ. അതിനുള്ളിൽ Can we go? യാ, ബൈ രാഹുൽ. ബൈ. Oh God damn it. നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ എന്താ സംഭവിക്കുന്നത്? എന്തിനെ കുറിച്ചാ ചോദിക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ മണ്ടനാക്കാന്ന് വിചാരിക്കണ്ട. തമന്ന എന്റെ ക്ലോസ് ഫ്രണ്ടാ, അത്രേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പ് തെറ്റായ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ആർക്കും അംഗീകരിക്കാനാവാത്ത ഫ്രണ്ട്ഷിപ്പ്. എന്നെ നീ യഥാർത്ഥത്തിൽ പ്രണയിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യാൻ നിനക്ക് പറ്റില്ലായിരുന്നു. ആവശ്യമില്ലാതെ ഇങ്ങനെ എല്ലാ കഥ പറയല്ലേ രാഹുൽ. ഇന്നലെ രാത്രി എന്റെ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം ഭാവന എന്നാണ് നീ പറയുന്നത്. എല്ലാം സത്യമായിരുന്നു. രാഹുൽ, ഇന്നലെ രാത്രി ഞാൻ നന്നായി ഉറങ്ങായിരുന്നു. നീ ഉറങ്ങുമായിരുന്നോ അതോ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കായിരുന്നോ? നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യമായിട്ടും എനിക്ക് ഒന്നും അറിയില്ല. എന്നുവെച്ചാ ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ നടന്നുവെന്നും നിനക്ക് അറിയില്ലെന്നാണ് നീ പറയുന്നേ? നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്ന രാഹുൽ? ഇന്നലെ രാത്രി കട്ടിലിൽ നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പുടർന്ന് കിടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. What do you mean? നിങ്ങൾ രണ്ടുപേർക്കിടയിൽ പുറത്തു പറയാൻ പറ്റാത്ത എന്തോ ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നു. നീയും അവളും പുറം ലോകം അറിയാതെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. സത്യം പറയ് സ്വപ്ന, ദയവായി എന്നോട് സത്യം പറ പ്ലീസ്. എന്നോടൊന്നും മറക്കാതെ പറയ് സ്വപ്ന, അല്ലെങ്കിൽ നിന്നെ മറക്കുന്നതല്ലാതെ വേറെ വഴിയില്ല. പറയാ രാഹുൽ, ഒരേ ഒരു രാത്രി മാത്രമേ ഞങ്ങൾക്കിടയിൽ അങ്ങനെ സംഭവിച്ചു. അപ്പൊ ഞങ്ങള് കോളേജിൽ പഠിക്കുകയായിരുന്നു.
ഒരു ദിവസം ഞങ്ങള് ഒരു പാർട്ടിക്ക് പോയി വന്നപ്പോ ഞങ്ങള് നന്നായി മദ്യപിച്ചിരുന്നു. അതുകൊണ്ട് തമന്ന എന്നെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാതെ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മള് തെറ്റാ ചെയ്തത് അല്ലേ? അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇന്നലെ രാത്രി ഒരുപാട് കഴിച്ചതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്തത്. അറിയാതെ ചെയ്ത അത് തെറ്റല്ല സ്വപ്ന. എന്നാലും ഹേ, വി ആർ ഫ്രണ്ട്സ്, വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിനക്ക് എന്തു പറ്റി സ്വപ്ന? നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതാവുകയാണോ? പറഞ്ഞു വന്ന എനിക്കൊന്നും ഓർമ്മയില്ല. നിനക്ക് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ? എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ എന്താ ഫ്രണ്ട്സ്? ഈ തെറ്റ് ഇനി ആവർത്തിക്കില്ലല്ലോ. ഒരുപാട് നമ്മൾ കുടിച്ചാലല്ലേ. കം ഓൺ ഫ്രണ്ട്സ്. പ്രോമിസ്? പ്രോമിസ്. പ്രോമിസ്. ഫ്രണ്ട്സ്. നമ്മൾ കുടിച്ചിട്ട് അറിയാതെ ചെയ്തു പോയി. സത്യം പറഞ്ഞ മറ്റു ഹോസ്റ്റലിലെല്ലാം എന്തിനു നമ്മുടെ ഹോസ്റ്റലിൽ കൂടെ കുടിക്കാതെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. യു മീൻ ഗേൾസ് ആൻഡ് ഗേൾസ്? യെസ്, ഗേൾസ് ആൻഡ് ഗേൾസ്. കള്ളം പറയല്ലേ? ഗേൾസ് ആൻഡ് ഗേൾസ്. യെസ്. ഞാൻ പോലും അറിയാതെ ഒരു ദിവസം ആ തെറ്റ് സംഭവിച്ചു. ഒരിക്കൽ സംഭവിച്ച തെറ്റിന്റെ പേരിൽ ജീവിതം മുഴുവൻ എന്നെ ശിക്ഷിക്കരുത്. എന്നെ വേണ്ടെന്ന് പറയല്ലേ രാഹുൽ, വേണ്ടെന്ന് പറയല്ലേ രാഹുൽ. ഐ ലവ് യു. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ രാഹുൽ. പ്ലീസ് പ്ലീസ്.
ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. പുകവലി അർബുദത്തിനും ക്യാൻസറിനും കാരണമായി തീരും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഒന്ന് നിന്നേ. രാഹുൽ, നീ രാഹുൽ അല്ലേ? പ്രദീപ്, ഹൗ ആർ യു? ഐ ആം ഫൈൻ മാൻ. എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? കോളേജ് കഴിഞ്ഞ ശേഷം കണ്ടിട്ടില്ലല്ലോ. ഇവിടെ എന്താണ് പരിപാടി? ഞാനിവിടെ ഹോളിഡേ ആഘോഷിക്കാൻ വന്നിരിക്കാം. തനിച്ചോ? അല്ല, ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. സെറ്റപ്പാ. നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നതാ. പിന്നെ കല്യാണം അത് ഇത് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനങ്ങ് ഒഴിവാക്കി. ഒരു മാറ്റവും ഇല്ലടാ നിനക്ക്. എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞു വെച്ചതുപോലെ ഇങ്ങനെ തന്നെയാ. അല്ല, നീ എന്താ ഇവിടെ? ഞാനിവിടെ 2 ഗേൾസിന്റെ കൂടെ വന്നിരിക്കുന്നത്. 2 ഗേൾസോ? കാലത്ത് ഒരെണ്ണം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. അപ്പോഴേ 2 അങ്ങനെയൊന്നുമില്ലടാ. ഒരുത്തി എന്റെ ഗേൾ ഫ്രണ്ട്, മറ്റേത് അവളുടെ ഫ്രണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ. ഈ മറ്റേയാള് എനിക്ക് സെറ്റ് ആവോ? അതവള് നിനക്കൊരു ചാൻസ് ഉണ്ടടാ. ചാൻസ് ഉണ്ട് മച്ചാ, ചാൻസ് ഉണ്ട്. ആളെങ്ങനെയാ? നല്ല ഫിഗർ ആടാ, നിനക്ക് ഉറപ്പായിട്ട് സെറ്റ് ആവും. ബമ്പർ പ്രൈസ് ഡാ. നീ ഓക്കെ അല്ലേ? മച്ചാ. ഇത് പ്രദീപ് ബീച്ചിൽ ജോഗിങ്ങിന് പോയപ്പോ കണ്ടതാ. അവൻ ഒറ്റക്കാണെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഡിന്നർ കഴിക്കാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. ഹായ്, ഹൗ ആർ യു? ഹായ്. ഇതെന്റെ ഗേൾ ഫ്രണ്ട്. ഹായ്, ഹൗ ആർ യു? ഐ എം ഫൈൻ, താങ്ക്സ്. താൻ രാഹുലിന്റെ ഫ്രണ്ടാണോ? അല്ല, ഞങ്ങൾ ആക്ച്വലി ബീച്ചിൽ വെച്ചാ പരിചയപ്പെട്ടെ. അതെ അതെ അതെ. നമ്മള് 3 പേരാണല്ലോ. 4 പേരായി കഴിഞ്ഞാൽ നമ്മുടെ തമന്നക്കും ഒരു കമ്പനി കിട്ടും. അതെ അതെ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ഞാനും സ്വപ്നയും ഇടക്കിടക്ക് പുറത്തു പോകുമ്പോ നീ തനിച്ചാണ്, ഇവനും തനിച്ചാണ്, നീയും തനിച്ചാണ്. 2 പേരും ഒരുമിച്ച് ചേർന്ന. എനിക്ക് കമ്പനി വേണമെന്ന് ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നോ? എന്താ തമന്ന, ആണുങ്ങളുടെ കമ്പനി നിനക്ക് ഇഷ്ടമല്ലാന്നുണ്ടോ? ആവശ്യമില്ലാത്ത സ്വപ്നം കാണണ്ട. ശരി, നാളെ നമുക്കൊന്നിച്ച് ഡേറ്റിങ്ങിന് പോയാലോ? Come on, Tamanna, say yes. അളിയ, ഇന്ന് രാത്രി ശരിയായ വേണ്ട. Cheers, baby. Cheers. കോളേജ് കാലം മുതലേ ഏത് പെൺകുട്ടിയായാലും എന്റെ വലയിൽ വീണിരിക്കും. അങ്ങനെയാണോ? ഒരുപക്ഷെ അവര് വീണില്ലെങ്കിൽ ഞാൻ അവരുടെ വലയിൽ വീഴും. തമന്ന, ഞാൻ എത്രയോ സുന്ദരികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നിന്നെ പോലൊരു അതിസുന്ദരിയെ കണ്ടിട്ടില്ല. ഇങ്ങനെ ചുറ്റി വളച്ച് വരാതെ എന്താ വേണ്ടതെന്ന് പറ. എന്താ പറയാ? ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഇതുപോലും മനസ്സിലായില്ലേ പിന്നെ എങ്ങനെ? അപ്പോ ഇന്ന് രാത്രി മുഴുവൻ ജോളിയായി എൻജോയ് ചെയ്യാം. അപ്പൊ രാത്രി മുഴുവൻ നീ എന്നെ ഉറങ്ങാൻ വിടില്ലെന്നാ പറയുന്നേ? കർപ്പൂരം പോലെ പെട്ടെന്ന് കത്തിയല്ലോ. You're awesome, man. Baby, come closer. Yes, sweetheart. Once. Come on. പ്രദീപ്, നിൽക്ക്. എന്തു പറ്റി? എന്താ സംഭവിച്ചെന്ന് പറ. ഒന്നും സംഭവിച്ചില്ല. പിന്നെ നീ എന്തിനാ പെട്ടിയൊക്കെ എടുത്ത് പോണേ? എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, ഞാൻ തിരിച്ചു പോവാ.
നിന്റെ കാലിന് എന്താ പറ്റിയടാ? അത് ബാത്റൂമിൽ നിന്ന് വഴുതി അല്ല മുകളിൽ നിന്ന് വീണതാ. മോളിൽ? നീ നിന്റെ പണി നോക്ക്. ഏയ് ഇനിയും കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് നീ പോയാലെങ്ങനെ? എടാ പോടാ, കിട്ടിയതിനെ മതി. തമന്റെ സെറ്റായി വരുന്നതല്ലേ ഉള്ളൂ. തമനയും വേണ്ട കിബന്നിയും വേണ്ട. പെണ്ണാണോ അവള്? എനിക്ക് അവളെയൊന്നും വേണ്ട. എടാ ഞാൻ നിന്നെ വെച്ച് എന്തുമാത്രം പ്ലാൻ ചെയ്തേക്കുവാ. ഇനിയും 2 ദിവസം സമയമുണ്ട്. അതിനു മുമ്പ് നീ ആളെ വിടടാ, എന്റെ വെക്കേഷൻ കഴിഞ്ഞു. എടാ നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഏയ് പ്രദീപ്, സമാധാനിക്ക്. പോവല്ലടാ. എന്നെ എടാ, വിട്ടേക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. നിന്നെ കൊണ്ട് സാധിക്കും. പാതി വഴി കിട്ടിട്ട് പോവല്ലടാ. എടാ ഇങ്ങോട്ട് പോടാ. ഞാൻ എനിക്ക് വേറെ പറയുന്നത് പണിയുണ്ട്. കേൾക്ക്. എടാ, നീ ഒന്നും എടാ, പറയണ്ട. ഇത് സംഭവിച്ചെന്ന് പറഞ്ഞിട്ടെങ്കിലും ഡ്രൈവർ പോ. വണ്ടി എടുക്ക്. എടാ ഇവൻ പറയടാ. പറയുന്നത് കേൾക്കണ്ട. എടാ പറയടാ. ഏയ് ഡ്രൈവർ വണ്ടി എടുക്ക്. വേഗം പോ. എടാ ഇനി എന്റെ കൺമുന്നിൽ കണ്ടുവരുന്നു നിന്നെ. ജീവനോടെ എടാ, ചതിയാ. ബൈ. See you. നിന്റെ ഫ്രണ്ടിന് ഹോളിഡേ മതിയായോ? ആ നിന്റെ കോളേജ് ഫ്രണ്ട് അല്ലേ? ജയിച്ചെന്ന് നീ അഹങ്കരിക്കണ്ട. നമ്മൾ നാട്ടിലേക്ക് മടങ്ങണം. ലെറ്റ്സ് ഗോ. രാഹുൽ, നമ്മൾ 4 ദിവസം അടിച്ചു പൊളിക്കാനല്ലേ വന്നത്? എന്നിട്ട് ഇതിപ്പോ 3 ദിവസമല്ലേ ആയുള്ളൂ? കഴിഞ്ഞ 2 ദിവസം നമ്മൾ കൂടുതൽ സന്തോഷിച്ചില്ലേ? ഹോളിഡേ തീർന്ന് നമ്മളിത് നാട്ടിലേക്ക് വന്നു. ലെറ്റ്സ് ഡ്രിങ്ക് ടു ദാറ്റ്. തമന്ന, ഇനി ഇങ്ങനെ മദ്യപിക്കില്ലെന്ന് അന്ന് നീ പ്രോമിസ് ചെയ്തതല്ലേ? ഇന്ന് ഒരു രാത്രി മാത്രം. Come on, baby. തമന്ന. Come on. Come on, baby. Never mind what you gonna do. Easy come the way you go. I never find what I'm looking for. Easy come, and then give me more 2 times, എന്നാ കുറച്ച് 3 times, 2 times, 3 times. So don't you mind what you're gonna do? Easy come the way you go. I never find what I'm looking for. Easy done, baby, give me more 2 times. Oh yeah, 3 times. Ooh, 2 times. 3 times. So never mind what you're looking for. Easy come, let it all over you now. Easy done, then give me more 2 times. Don't you really mind what you're looking for? Would you just look behind you? I will give you more. ഒക്കെ സ്വപ്നമായിരുന്നോ? സ്വപ്നയെ തവനയുടെ കൈകളിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ആദ്യം അവളെ ആ വീട്ടിൽ നിന്ന് പുറത്തെത്തിക്കണം. ആ നമ്മളിപ്പോ എങ്ങോട്ടായി പോകുന്നേ? ഇറ്റ്സ് എ സർപ്രൈസ്. സർപ്രൈസ്? അതെ, നിനക്ക് ഇഷ്ടമുള്ള സർപ്രൈസ്. പറയടാ. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കാൻ പാടില്ല മോളു. നീ കുറച്ചൊന്ന് സമാധാനിക്ക്. വിഷയം അറിഞ്ഞാൽ നീ ഒരുപാട് സന്തോഷിക്കും. വാ വാ, അകത്തേക്ക് വാ. എന്തിനാ നിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നേ? അതല്ലേ സർപ്രൈസ് എന്ന് പറഞ്ഞത്. അകത്തേക്ക് വാ. എന്താ ഇത്? എന്ത് സർപ്രൈസ് ആണെന്നൊന്ന് പറയ്. അതൊക്കെ ഉണ്ടെന്നേ, നീ സമാധാനപ്പെട്. വീട്ടിലേക്ക് എന്തിനാ കൊണ്ടുവന്നേന്ന്? വീട്ടിൽ വന്നതുകൊണ്ട് അമ്മേ, ഇതാണ് എന്റെ പ്രിയപ്പെട്ട അമ്മ. അമ്മയോ? അമ്മേ, ഇതാണ് സ്വപ്ന. ഹലോ ആന്റി. ഹലോ, നമസ്കാരം ആന്റി. നമസ്കാരം മോളെ. സുഖാണോ മോളെ? സുഖായിരിക്കുന്നു അമ്മേ. വാ, ഇരുന്നോട്ട് സംസാരിക്കാം. വാ. ശരി വാ. എന്താ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സാരി എടുത്ത് വരില്ലായിരുന്നു. ഇത് നന്നായിട്ടുണ്ട്. വാ.
ശരിക്കും ഇരുന്നു മോളെ. ശരി. മതി മതി കീറിപ്പോകും. എന്ത് ചെയ്യുന്നു? ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നു. ഒരുപാട് കമ്പനികൾക്ക് മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഷീസ് എ മോഡൽ. ഓ, മോഡലാ നീ? അതാ ഇങ്ങനെ സ്ലിം ആയിട്ടിരിക്കുന്നത്. എന്നാൽ ആഹാരത്തിന്റെ കാര്യത്തിൽ ഇവിടെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ല. ഇങ്ങടുത്ത് വാ, എന്റെ അടുത്ത് വന്നിരിക്കും. സ്വപ്ന, രാഹുൽ എന്നോട് നിന്റെ ജനനത്തീയതി, നിന്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു. ലണ്ടനിലെ ഞങ്ങളുടെ ഒരു കുടുംബ ജോലിസിനെ വെച്ച് ജാതകവും എഴുതിച്ചിരുന്നു. നിനക്ക് രാഹുലിന് ഇഷ്ടമാണല്ലേ? എന്നെ കല്യാണം കഴിക്കാൻ ഒറ്റക്കാലിൽ നിൽക്കുക. സ്വപ്ന, ഇനി 3 മാസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണമാ. 3 മാസം എന്നൊക്കെ പറയുമ്പോ വളരെ പെട്ടെന്ന് തന്നെ പൊക്കോളും. എന്നാ ഒരു കണ്ടീഷൻ. എന്താ? ഇനി നീ തനിച്ച് താമസിക്കണ്ട, എന്റെ കൂടെ നിന്നാ മതി. അമ്മ പറഞ്ഞത് ശരിയാ. നിനക്കും അമ്മയെ കുറിച്ച് നന്നായി മനസ്സിലാക്കാലോ. അമ്മയ്ക്ക് നിന്നെ മനസ്സിലാക്കാലോ. എന്തു പറയുന്നു? നിന്നെ മരുമോളായിട്ടല്ല, എന്റെ മകളായിട്ട് ഞാൻ നോക്കിക്കോളാം. അപ്പോ എന്റെ ഗതി? നിന്നെയോ? നിന്നെ ദത്തു കൊടുക്കാന്ന് വിചാരിക്കുക. എനിക്കൊരു പൊന്നു മോളെ കിട്ടിയല്ലോ. വായടക്കടാ. എന്താ അവനെയും നോക്കിയേ? തമന്ന, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താന്ന് ചോദിക്ക്. എന്താ? ഞാൻ രാഹുലിന്റെ അമ്മയെ മീറ്റ് ചെയ്തു. അവര് ഫോറിനിലാന്നല്ലേ പറഞ്ഞേ? അവര് ലണ്ടനിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി വന്നതാ. തമന്ന, ഐ ആം ഗെറ്റിംഗ് മാരീഡ്. അതിനുള്ളിലോ? ആ, ഇനി 3 മാസം കൂടി കഴിഞ്ഞാ എന്റെ കല്യാണം നടക്കാൻ പോവാ. അതുവരെ രാഹുലിന്റെ അമ്മ ഇവിടെ ഉണ്ടാവും. കല്യാണം വരെ ഞാനും അവരുടെ താമസിക്കാൻ പോകുന്നേ. എന്നുവെച്ചാ നീ ഇവിടുന്ന് പോവാൻ പോവാ? അമ്മായിയമ്മയല്ലേ, അവര് പറയുന്ന എങ്ങനെ കേൾക്കാതിരിക്കുന്നേ? ഇപ്പോഴേ സോപ്പിട്ട് വെക്കേണ്ടതല്ലേ. ബട്ട് ഡോണ്ട് വെറി ബേബി, ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നോളാം. അത് മാത്രമല്ല, നിനക്കും അവരെ പരിചയപ്പെടാലോ. അങ്ങനെയാകുമ്പോ വീക്കെൻഡ്സിൽ നിനക്ക് അവിടെ വരികയും ചെയ്യാം. ലൈക്ക് വൺ ബിഗ് ഹാപ്പി ഫാമിലി. അപ്പൊ നീ ഇന്ന് തന്നെ പോവാണോ? ഇല്ല, ഇന്ന് പോകുന്നില്ല. ശരി, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരെയും വിളിച്ച് ഫെയർവെൽ പാർട്ടി അറേഞ്ച് ചെയ്യാം. നിന്റെ പുതിയ ജീവിതത്തിന് എന്റെ ആശംസകൾ. താങ്ക് യു തമന്ന, ഐ ലവ് യു. തമന്ന, 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 എന്ത് പറ്റി? എന്താ പറ്റി നിനക്ക്? മരിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. നീ ഇല്ലാതെ ഈ വീട്ടിൽ എങ്ങനെയാ തനിയിരിക്കുന്നത്? നിനക്കെന്താ ഭ്രാന്താണ്? ഞാൻ നിന്നെ എന്നേക്കുമായിട്ടാണോ വിട്ടു പോകുന്നേ? നീ പോവില്ലല്ലോ അല്ലേ? ശരി, പോകുന്നില്ല. എന്നെ വിട്ട് പോവരുത്. പോകില്ല. നീ എന്നെ ഇങ്ങനെ പെട്ടെന്ന് വിട്ടിട്ട് പോയാ ഞാൻ എന്ത് ചെയ്യും? നീ തന്നെ പറ സ്വപ്ന. കരയല്ലേ? എനിക്ക് മരിക്കുകയല്ലാതെ കരയല്ലേ തമന്ന? വേറെ വഴിയില്ല സ്വപ്ന. ശരി, ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. നീ വിഷമിക്കാതെ ഉറങ്ങ. എന്നെ വിട്ടിട്ട് പോവാതെ സ്വപ്ന. ഇല്ല, എവിടെയും പോവില്ല. എന്നെ വിട്ടിട്ട് പോവാതെ. എന്നുവെച്ചാ നീ 3 മാസം തമന്നയുടെ വീട്ടിൽ താമസിക്കാൻ പോകുന്നു. അപ്പൊ എന്റെ വീട്ടിൽ? രാഹുൽ, ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്ത് കേൾക്കാനാ നീ പറയുന്നേ? നിന്നോട് 3 മാസം എന്റെ വീട്ടിൽ നിൽക്കാനല്ലേ അമ്മ പറഞ്ഞേ? അവൾക്ക് സുഖമില്ലാതിരിക്കാന്ന് അറിയില്ലേ? എന്ത് സുഖമില്ലെന്നാ? സാധാരണ പനിയല്ലേ, 2 ദിവസം കൊണ്ട് ശരിയാവും. അവളും ഞാനും വർഷങ്ങളായി ഒന്നിച്ചായിരുന്നില്ലേ? പെട്ടെന്ന് അവളെ തനിച്ചാക്കി പോരുന്നത് തെറ്റാണെന്നൊരു തോന്നൽ. ഇതാണ്
ഫ്രണ്ട്സ് ആയാൽ ജീവിതകാലം മുഴുവൻ അവളുടെ കൂടെ തന്നെ കഴിയണമെന്നുണ്ടോ? ഞാനിനി നിന്റെ കൂടെ തന്നെയല്ലേ ജീവിക്കാൻ പോകുന്നേ. ഒരു 3 മാസം ക്ഷമിച്ചൂടെ? ഓ, അപ്പൊ തീരുമാനിച്ചുകൊണ്ട് തന്നെ നീ വന്നിരിക്കുന്നത് അല്ലേ? പിന്നെന്തിനാ എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്? രാഹുൽ, പ്ലീസ് ഡോണ്ട് ബി ആംഗ്രി. ഒരു സത്യം പറയട്ടെ, ജീവിതത്തിൽ എത്രയോ ഫ്രണ്ട്ഷിപ്പ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് നിനക്കറിയോ? പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് എനിക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. റൈറ്റ്, ലെറ്റ്സ് മേക്ക് എ ഡീൽ. ഓക്കെ, നമ്മുടെ കല്യാണം കഴിയും വരെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ നിന്നെ വന്ന് മീറ്റ് ചെയ്തോളാം. ഓക്കെ അല്ലേ? അപ്പൊ രാത്രി നീ അവളുടെ കൂടെ ആയിരിക്കും അല്ലേ? രാത്രി രണ്ടുപേരും ഉറങ്ങല്ലേ ചെയ്യുള്ളൂ? ഞാൻ കണ്ടതാ. രാഹുൽ, നീ ഇങ്ങനെ സംശയിക്കാൻ മാത്രം തമന്ന എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ലല്ലോ. പക്ഷെ അവളുടെ നടപ്പ് അങ്ങനെയൊന്നും അല്ലല്ലോ. ആവശ്യമില്ലാതെ അവളെ എങ്ങനെ ഒരു സംശയിക്കുന്നത് കാര്യം നീ എന്തിനാ? മനസ്സിലാക്കുക, ഒരു തവണ മനസ്സിൽ സംശയം വന്നാൽ പിന്നെ ഒരിക്കലും അത് മാറില്ല. രാഹുൽ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ലേ? നീ എന്നെ ചതിക്കില്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നേ? നീ ഇത് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക പ്ലീസ്. Come on now, give me a hug, give me a hug. 1 2 3 4. Come on. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? ലണ്ടനിലേക്ക് പോയാലെന്ന് വിചാരിക്കുക. മോനെ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. കല്യാണം ഇന്ത്യയിൽ വെച്ച് നടത്തുകയാണെങ്കിൽ ഞാനും അച്ഛനും കൂടി ഇങ്ങോട്ട് വരാം. അതല്ല, ലണ്ടനിൽ വെച്ച് നടത്താനാണെങ്കിൽ അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെക്കാം. രാഹുൽ മോനെ, നീ വിളിച്ചിട്ടാ ഞാൻ ലണ്ടനിൽ നിന്ന് വന്നത്. എന്നാ സ്വപ്ന ഇവിടെ വന്ന് എന്റെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാം വേഗം ശരിയാവും. എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുവോ? ഓക്കെ അമ്മേ. നിന്നെ ഓർത്ത് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് രാഹുൽ. ഇവിടെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം. സ്വപ്നയെ പോലൊരു ഗേൾഫ്രണ്ടിനെ കിട്ടിയത് എന്റെ ഭാഗ്യാണ്. അതിങ്ങടുത്തേ, Sure. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മിസ് സ്വപ്ന മിസ്സിസ് സ്വപ്നയായി മാറും അല്ലേ ഡാർലിംഗ്? സ്ത്രീധനമായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് എന്താന്ന് സ്വപ്ന പറഞ്ഞോ അതോ ഇല്ലയോ? അതേക്കുറിച്ച് അവളെന്തിനാ പറയുന്നേ? അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? അത് നിനക്ക് തീർച്ചയായും ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നുമല്ല, പിന്നെ സംസാരിക്കാനുള്ളത് ഇപ്പൊ തന്നെ സംസാരിച്ച് തീർത്തോ. പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കല്യാണത്തിന് ശേഷം ലണ്ടനിലാണ് സെറ്റിൽ ആവാൻ പോണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും കാണാലോ. എന്നുവെച്ചാ 2 ദിവസം മുമ്പ് എന്റെ ബോസ് എന്നെ വിളിച്ചിട്ട് എന്നെ ലണ്ടനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു പറഞ്ഞു. എന്താടി ഇത്? കണ്ടെടുത്തൊക്കെ ഇട്ടിട്ട് പോവാ? രാഹുലിനറിയോ, ഞങ്ങള് തന്നെ വീട്ടിലിരിക്കുമ്പോ ഒന്നുമില്ലാതെ നടക്കും. തമന്ന, ബീച്ചിൽ സൺബാത്ത് എടുക്കാൻ പോവില്ലേ? അപ്പോഴും നോക്കടി, ആരെങ്കിലും ഹെലികോപ്റ്ററിൽ നിന്ന് ഫോട്ടോ എടുത്ത് നെറ്റിലിടുന്ന് പറഞ്ഞാലോ കേക്കില്ല. നോട്ടി ഗേൾ. സ്വപ്ന, വാ പോകാം. എവിടെ പോവാ? രാഹുൽ, എന്താ എവിടെ പോവാന്നാ ചോദിച്ചേ? രാഹുൽ, എവിടെ പോവാന്ന് പറഞ്ഞിട്ട് പോവാൻ. എങ്ങോട്ടെങ്കിലും ആവട്ടെ. എപ്പോ തിരിച്ചു വരുന്നു പറ. രാത്രി വരും, അല്ലെങ്കിൽ നാളെ വരും. ഇനി ചിലപ്പോൾ ഒരിക്കലും വന്നില്ലാന്നിരിക്കും.
എന്താ ഇങ്ങനെ ആൺകുട്ടികളെ പോലെ മുടി? എന്താ നന്നായിട്ടില്ലേ? നല്ലതാ, പക്ഷേ രാത്രി വളരെ സന്തോഷത്തിലായിരുന്നു തോന്നുന്നു. തമന്ന, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ട് അവന്റെ ഇഷ്ടത്തിന് നീ തുള്ളുവാണല്ലേ? ഇതുകൊണ്ട് നീ വിഷമിക്കും. തമന്ന, ഐ ലവ് ഹിം. എന്റെ അവന്റെ കല്യാണം നടക്കാൻ പോവാ. ജീവൻ പോയാലും എന്നെ അവൻ ചതിക്കില്ല. ഇന്നലെ രാത്രി നിങ്ങളെ അടിച്ചതാരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞല്ല ഇൻസ്പെക്ടർ, എനിക്ക് അവന്റെ മുഖം ശരിക്കും കാണാൻ പറ്റിയില്ലെന്ന്. അവൻ പെട്ടെന്ന്. നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ വിചാരിക്കും പോലെ ഇത് ശത്രുക്കളൊന്നും ചെയ്തല്ല ഇൻസ്പെക്ടർ. ഒരു പ്രണയം തന്ന സമ്മാനാ അല്ലടാ. നിങ്ങളുടെ പ്രണയത്തെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പറയൂ. രാഹുൽ, രാഹുൽ എന്താ പറ്റിയ നിനക്ക്? എന്താ ഉണ്ടായേ പറ. ഹേയ് ഒന്നുമില്ലടാ, നത്തിങ് സീരിയസ്. ശരീരം മുഴുവൻ ചതഞ്ഞിരിക്കുക, കുറെ രക്തവും പോയിട്ടുണ്ട്. എന്തിനാ ഇതൊക്കെ പറഞ്ഞ അവളെ ടെൻഷൻ ആക്കുന്നേ? മിണ്ടാതിരി. ആരാ ഈ കുട്ടി? ഇതെന്റെ ഗേൾഫ്രണ്ട് ആണ്, സ്വപ്ന. മാഡം, എനിക്കൊരു സംശയം. ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങൾ തമ്മിലുള്ള പ്രണയം ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയില്ലേ? ഇൻസ്പെക്ടർ, ഈ ലോകത്ത് എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. പക്ഷെ ഒരു ഫ്രണ്ട് ഉണ്ട്, അത് ഞാനാ. നീ അടികൊണ്ട് ഹോസ്പിറ്റലാന്ന് സ്വപ്ന എനിക്ക് ഫോൺ ചെയ്തു. എന്തു പറ്റി നിനക്ക്? സോ സ്വീറ്റ്. ഇത് ഞാൻ പ്രതീക്ഷയല്ല. ഫോർ ഹിം ടു ഗെറ്റ് വെൽ സൂൺ. ബൈ ദ വേ, നിന്നെ അടിച്ചതാരാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? നന്നായി ആലോചിച്ച് പറയൂ രാഹുൽ. ബോക്സിംഗ്. എനിക്ക് മനസ്സിലായത് എന്നെ അടിച്ചവൻ ഒരു കിക്ക് ബോക്സറാണ്. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. ആ ആള് ഒരു കിക്ക് ബോക്സർ ആണെന്നാ പറയുന്നത്. ഇൻസ്പെക്ടർ, ഈ ക്ലൂ ഉപയോഗിച്ച് അവനെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ലേ? തീർച്ചയായും കണ്ടുപിടിക്കാം. ഒരു കാര്യം ഉറപ്പിച്ചു, ഇതിന്റെ പിന്നിൽ രാഹുലിന്റെ ശത്രുക്കൾ തന്നെയാണ്. പക്ഷെ നിനക്ക് ഈ നാട്ടിലെ ശത്രുക്കളായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. സുഹൃത്ത് തന്നെ ശത്രുവാവല്ലോ. ഇൻസ്പെക്ടർ, രാഹുലിന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തതെന്നാ പറഞ്ഞു വരുന്നത് അല്ലേ? എന്താ പറഞ്ഞു വരുന്നത് മാഡം? അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ പഴയ ഗേൾഫ്രണ്ടിന്റെ. നീ എന്താ ഈ പറയുന്നത്? നീ എന്താ പറഞ്ഞു വരുന്നേ? ഇതിനെന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ ആവുന്നേ? ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു ഹെൽപ്പ് ഔട്ട്. തനിക്ക് എത്ര ഗേൾഫ്രണ്ട്സാ ഉള്ളത്? എനിക്കൊരു ഗേൾഫ്രണ്ടേ ഉള്ളൂ, അതാണ് സ്വപ്ന. അപ്പൊ ഇവര് പറയുന്നതോ? അതാ എനിക്ക് മനസ്സിലാകാത്തെ. അടിച്ചവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സംശയം പറഞ്ഞതാ. അപ്പോ നിങ്ങൾ ആരെയോ ഭയന്ന് സത്യം മറച്ചു വെക്കാൻ നോക്കുക. അങ്ങനെ ഒന്നുമില്ല. തമന്ന, നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഇൻസ്പെക്ടറോട് രാഹുലിന് വേറെ ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് എന്തിനാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നീ വിശ്വാസത്തിൽ എടുത്തില്ല അല്ലേ? നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഇപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. രാഹുൽ ആ കാര്യം നിന്നോട് മറച്ചു വെച്ചതാ. ഏത് കാര്യം? രാഹുലിന് നേരത്തെ തന്നെ കവിത എന്നൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. നിന്നെ കിട്ടിയപ്പോ അവളെ ഒഴിവാക്കിയതാ. അങ്ങനെയാണെങ്കിൽ തന്നെ അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ് തമന്ന. കവിതയുടെ ചേട്ടൻ സിറ്റിയിലെ വലിയൊരു റൗഡിയാ. ഇത് തുറന്നു പറഞ്ഞ പ്രശ്നമെന്ന് കരുതിയാ ഇൻസ്പെക്ടറോട് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേ. അവൻ അങ്ങനെ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ അവൻ എന്നോട് അത് മറച്ചു വെക്കില്ലായിരുന്നു.
ലിസൺ, ആവശ്യമില്ലാതെ നീ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. നീ എന്തിനാ അവനെ ഇത്രയധികം വിശ്വസിക്കുന്നത്? He's a very honest guy. നീ പറയുന്ന പോലെ അല്ല. അനുഭവിച്ചാലേ പഠിക്കുള്ളൂ. എന്ത് വേണേലും വായിക്കോ. നീ എന്താ ഇങ്ങനെയൊക്കെ? നിനക്ക് എന്താ പറ്റിയത്? സോറി. ആണുങ്ങളെന്ന് വിചാരിച്ചാൽ തന്നെ എനിക്ക് വെറുപ്പാ. Why? നിനക്കൊന്നും അറിയില്ല. അത് വിട്ടേക്ക്. എന്തുണ്ടായിന്ന് പറ. അതൊരു കൈപ്പേറിയ അനുഭവമാ. എന്റെ ചെറിയ പ്രായത്തിൽ നടന്നതാ. എന്താ സംഭവിച്ചത്? എന്റെ വീടിനടുത്ത് ഒരാൾ താമസിച്ചിരുന്നു. അയാൾക്ക് രാഹുലിന്റെ പ്രായമുണ്ട്. എനിക്കപ്പോ 8 വയസ്സായിരുന്നു. കരയാതെ പറയ്. എനിക്കവൻ എപ്പോഴും ചോക്ലേറ്റ് തരുമായിരുന്നു. അവൻ കല്യാണം കഴിച്ചവനായിരുന്നു. പെട്ടെന്ന് എന്റെ അമ്മ മരിച്ചുപോയി. അച്ഛൻ ജോലിക്ക് പോവുമായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് വന്ന ശേഷം അച്ഛൻ വരുന്നത് വരെ അയാളുടെ വീട്ടിലായിരുന്നിരുന്നേ. ഒരു ദിവസം അവന്റെ ഭാര്യ പുറത്തുപോയ സമയം അവൻ എന്നെ ഇഷ്ടത്തോടെ മടിയിലേക്ക് എടുത്തു വെച്ചു. എന്റെ കൂടെ കളിക്കാൻ തുടങ്ങി. അതിനുശേഷം കണ്ട സ്ഥലത്തൊക്കെ തൊടാൻ തുടങ്ങി. അതിനുശേഷം അവൻ ചെയ്ത വൃത്തികേട് കാരണം വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞ് അവൻ എനിക്ക് ചോക്ലേറ്റ് തന്നു. നടന്ന കാര്യം ആരോടും പറയരുതെന്ന് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. ആരെങ്കിലും പറഞ്ഞ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ എപ്പോഴൊക്കെ തോന്നിയോ അപ്പോഴൊക്കെ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. എല്ലാ ആണുങ്ങളും മോശക്കാരാണ്. അതുകൊണ്ട് നിന്നോട് പറഞ്ഞേ, രാഹുലിനെ മറന്നേക്ക്. ഹലോ. ഹായ് ബേബി, വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോയാലോ? ഇനി അതിനും ഫ്രണ്ടിന്റെ പെർമിഷൻ എടുക്കണോ? കം ഓൺ യാ രാഹുൽ. എവിടെ പോയി നിന്റെ ബോയ് ഫ്രണ്ട്? രാഹുൽ. ഓക്കെ ഓക്കെ, ഗേൾ ഫ്രണ്ട്. 6 മണിക്ക് കാണാം മറൈൻ ഡ്രൈവിൽ. അവിടെ നിന്ന് സിനിമയ്ക്ക് പോകാം. ഓക്കെ, ബൈ. സ്വപ്ന, ഇന്ന് വൈകുന്നേരം സോണിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോണെന്ന് ഓർമ്മയില്ലേ? ഇന്നല്ലേ? പക്ഷെ ഞാനും രാഹുലും ഇന്ന് വൈകുന്നേരം ഫിലിമിന് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുക. തോന്നി. You are in love still. Okay, അവനെ ഇൻവൈറ്റ് ചെയ്തേക്കാം. Wow, I just call him, okay? ഞാൻ തന്നെ രാഹുലിനെ ഇൻവൈറ്റ് ചെയ്യാം. Sure. നമ്പർ 494-3546. 494-3546. ഹലോ, രാഹുൽ ഇല്ലേ? എന്താ, ഓഫീസിൽ നിന്ന് പോയോ? എവിടേക്ക്? മൊബൈൽ ഓഫീസിലില്ലെന്ന്. 9955 9955 7655 7655. ഹലോ, ഹായ് രാഹുൽ. വോയിസ് മെയിലേക്ക്. ഹായ് രാഹുൽ, ദിസ് ഇസ് തമന്ന ഹിയർ.
ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് തന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ദിസ് ഇസ് അറ്റ് റമദ റിസോർട്ട് നിയർ ടോൾ ഗേറ്റ് കുമ്പളം. നീ തീർച്ചയായിട്ടും വരണം. സ്വപ്നയും ഞാനും നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തോളാം. അപ്പൊ വൈകുന്നേരം 6 മണിക്ക് കാണാം. ശരി, അപ്പോ താങ്ക് യു. ആ പിന്നെ ഇന്ന് നീയും സ്വപ്നയും ഫിലിമിന് പോകാനുള്ള പ്ലാൻ ഞാൻ ഡിസ്റ്റർബ് ചെയ്തു. ഐ ബെഗ് യു പാർഡൺ. ഓക്കെ അല്ലേ? ഹാപ്പി? എന്റെ ഫോണിൽ നിന്ന് കോള് പോകുന്നില്ല. ഇവിടെ റേഞ്ച് കിട്ടില്ല. ഇവിടെ ആരുടെ ഫോണിൽ നിന്നും കോള് പോവില്ല. നീ ഫോൺ ചെയ്യാൻ ഇവിടെ വന്നേ. കം ലെറ്റ്സ് എൻജോയ്. ഇപ്പോഴാണ് പാർട്ടി ഒന്ന് ഉഷാറായത്. അല്ല, സ്വപ്നയ്ക്ക് എന്താ മൂഡ് ഓഫ്? എല്ലാം പ്രേമം കൊണ്ടുണ്ടായ കഷ്ടപ്പാടാ. നീ എന്താ പറയുന്നത് തമന്ന? ഏതോ ഒരുത്തന്റെ പിന്നാലെ ചുറ്റി നടക്കുക അവള്. പ്രേമം കൊണ്ട് ടെൻഷൻ, പ്രോബ്ലം, ഇതൊക്കെ ടൈം വേസ്റ്റ് തന്നെ. സാർ വീട്ടിലാരുമില്ല. എവിടെ പോയിരിക്കുക? രമദ റിസോർട്ടിൽ. എന്താ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? രാഹുൽ ഇതുവരെ വന്നില്ലല്ലോ. ഇവിടെ നിന്ന് വിളിക്കാനും പറ്റുന്നില്ല. അവൻ എന്തായാലും വരും. നമ്മളല്ലേ മെസ്സേജ് കൊടുത്തേ, ഓഫീസിലും വോയിസ് മെയിലും ഒക്കെ. അതുവരെ എന്റെ കൂടെ എൻജോയ് ചെയ്തൂടെ? Come on, baby. Let's enjoy. Come on. Hey. നമ്മുടെ കല്യാണം നടക്കില്ല. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുള്ള വിശ്വാസം എനിക്കില്ല. എന്താ? എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? എന്ത് പറ്റിയെന്ന് എന്നോട് ചോദിക്കുന്നോ? നിനക്കൊന്നും അറിയില്ലെന്നാണോ? അഭിനയിക്കാതെ ഒരിക്കലെങ്കിലും നീ എന്റെ വാക്ക് കേട്ടിട്ടുണ്ടോ? എപ്പോഴും നിന്റെ ഇഷ്ടമാണ് നടക്കാൻ. നിനക്കിപ്പോ എന്താ പറ്റിയ രാഹുൽ? ഇന്നലത്തെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തല്ലേ? നീ വന്നോ? പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തത്രേ. പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തത് ആരാ? എന്റെ മുന്നിൽ വെച്ചാണ് തമന്ന നിനക്ക് മെസ്സേജ് ചെയ്തത്. എന്നോട് സംസാരിക്കരുത്, എനിക്ക് ദേഷ്യം വരും. അവളുടെ പേര് കേൾക്കുമ്പോ തന്നെ നിനക്ക് ഇത്ര ദേഷ്യം എന്താ? എന്താന്ന് വെച്ചാൽ അവൾ എന്റെ ഫ്രണ്ടാ. അങ്ങനെയാ നീ വിചാരിച്ചോണ്ടിരിക്കുന്നേ? അവള് നിന്റെ ഫ്രണ്ടല്ല, ഭർത്താവിനെ പോലെ നിന്നെ അടിമയാക്കി വെച്ചിരിക്കുക. നീ വിചാരിക്കുന്നത് പോലെ അവളത്ര നല്ലവളല്ല. തെറ്റായ രീതിയിലാണ് അവൾ നിന്റെ ഫ്രണ്ട്ഷിപ്പിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മതിയാക്ക് രാഹുൽ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ആർക്കായാലും ഭ്രാന്ത് പിടിച്ചു പോകും. നിന്റെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെയാ. അവള് നിന്റെ ഫ്രണ്ടല്ല, നിന്റെ ഭർത്താവിനെ പോലാ. അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ ഉള്ളിടത്തോളം കാലം സന്തോഷമായി നീ ജീവിക്കില്ല. നമ്മളുടെ സന്തോഷമാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതൊക്കെ അവളുടെ നാടകം. അവള് നിന്നെ പ്രേമിക്കുക. ആ പ്രണയത്തിൽ ഞാനൊരു വില്ലൻ. സത്യമായിട്ട് നിനക്ക് ഭ്രാന്താ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. ഈ ലോകത്ത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ബന്ധം കണ്ട് ഭ്രാന്ത് പിടിച്ചു തന്നെ. നമ്മുടെ ബന്ധത്തിൽ അസൂയ കൊണ്ട് നമ്മളെ പിരിച്ചതാ അവള്. അസൂയപ്പെടുന്ന നീയാ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് നിനക്കാണ് അസൂയ. അവളിലൂടെ തലങ്കാലം നിനക്ക് കല്യാണമേ ഇല്ല. എന്തുകൊണ്ട് നടക്കില്ല രാഹുൽ? എന്താ? കല്യാണം കഴിഞ്ഞാൽ അവള് നിന്നെ മനസ്സമാധാനോട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. ലോകത്തിന്റെ ഏത് കോണി പോയാലും അവള് നിന്നെ വിടില്ല. നിന്റെ പുറകെ അവള് വരും. അത്രത്തോളം ഭ്രാന്താ നീ എന്ന് വെച്ചാൽ. ഇനി അഥവാ കല്യാണം കഴിഞ്ഞാൽ തന്നെ നിന്റെ ഭർത്താവിന്റെ അടുത്തുനിന്ന് നിന്നെ വേർപെടുത്തോള്. ഇനി അതിനും കഴിഞ്ഞില്ലെങ്കിൽ നീ കല്യാണം കഴിക്കുന്ന ആളെ വിഷം കൊടുത്ത് കൊല്ലാനും മടിക്കില്ല അവള്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നേ, അന്ന് രാത്രി മുഖം മൂടി ധരിച്ച് എന്നെ കൊല്ലാൻ വന്നത് തമന്ന തന്നെയാണ്. രാഹുൽ, this is the limit. This is really the limit. നീ എന്താ ഉള്ളിൽ വെച്ച് പെരുമാറുക? ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നത് ഞാനല്ല, നിന്റെ ഫ്രണ്ടാണ്. നീ നിന്റെ പഴയ ഗേൾഫ്രണ്ട് കവിതയെ കല്യാണം കഴിക്കാൻ പോവാല്ലേ? കവിതയോ? കവിത എന്ന് പറയുന്ന ഒരു ഗേൾഫ്രണ്ടേ എനിക്കില്ല. പക്ഷെ തമന്ന നിന്റെ ഗേൾഫ്രണ്ട് അല്ല നിനക്ക് പറയാൻ കഴിയോ? ആ വൃത്തികേടിനെ പിന്നെയും ഞാൻ കണ്ടു.
രാത്രിയിൽ കട്ടിലിൽ കെട്ടിപ്പുടർന്ന് കിടക്കുന്നത് മാത്രമല്ല 10 പേരുള്ള പാർട്ടിയിൽ വരെ നിങ്ങൾ ഈ വൃത്തികേട് കാണിക്കാൻ മടിക്കുന്നില്ല. Will you shut up your bloody mouth? ഇന്നലെ രാത്രിയിൽ നിങ്ങൾ അത് തന്നെയല്ലേ ആവർത്തിച്ചത് അല്ലേ? അല്ലേന്ന് നിനക്ക് എന്നെ വേണം എനിക്കറിയാം. അതേസമയം നശിച്ചവളെയും നിനക്ക് വേണം. നിനക്ക് തനിച്ച് കിടന്ന ഉറക്കം വരില്ലല്ലോ അല്ലേ? അവളെ കെട്ടിപ്പിടിച്ച് കട്ടിൽ ഉരുണ്ടാലല്ലേ സമാധാനമായിട്ട് നിനക്ക് ഉറക്കം വരൂ. അതുകൊണ്ടല്ലേ നീ എന്റെ വീട്ടിലേക്ക് വരാഞ്ഞത്? എന്റെ അമ്മ നിന്നെ എത്ര തവണ വിളിച്ചതാ. നീ വന്നിരുന്നെങ്കിൽ നീയും തമന്നയായുള്ള ബന്ധം മുറിയുമായിരുന്നില്ലേ? അവളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന സുഖം ഒന്നുകൊണ്ട് മാത്രമാണ് നീ എന്റെ അടുത്ത് വരാതെ അവളുടെ കൂടെ തന്നെ കഴിയുന്നത്. എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്, നിന്നോട് 1000 തവണ പറഞ്ഞു കഴിഞ്ഞു. ഓക്കേ, നിനക്ക് അവളെ വേണോ അതോ എന്നെ വേണോന്ന് ഇപ്പൊ തീരുമാനിക്കണം. തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായി. അവളുടെ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കില്ല. ഞങ്ങൾക്കിടയിലുള്ള നല്ല ഫ്രണ്ട്ഷിപ്പിനെ നീ ദയവ് ചെയ്ത് കളങ്കപ്പെടുത്തരുത്. ജീവൻ പോയാലും അവളെ ഞാൻ മറക്കില്ല. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് എല്ലാ സത്യവും മനസ്സിലാവും. പക്ഷെ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും. എന്തെന്ന് വെച്ചാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം നീ വേണ്ടാന്ന് വെച്ചു. ഞാൻ ലണ്ടനിലേക്ക് മടങ്ങുകയാണ്. അതിനുശേഷം നീ എത്ര തന്നെ കണ്ണീരൊഴിക്കാലോ ഞാൻ തിരിച്ചു വരാൻ പോകുന്നില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഞാൻ വരാൻ പറഞ്ഞു. സോ ഗുഡ് ലക്ക്, ഗുഡ് ബൈ. നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഒപ്പം നീ സന്തോഷമായിട്ട് ജീവിക്കും. എന്തു പറ്റിയെന്ന് പറ. രാഹുലിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ എന്നെങ്കിലും അവൻ നിന്നെ ഇങ്ങനെ കരയിക്കുമെന്ന്. പറഞ്ഞതല്ലേ കരയരുത്, വിഷമിക്കാതെ സ്വപ്ന. ഞാനുണ്ട്, നിനക്ക് ഞാനുണ്ട്. ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ കൊടുത്തില്ലടാ. ഒരു പെണ്ണിന്റെ മുമ്പിലും വീഴാത്ത നീ അവളടുത്ത് പോയി വീണു. ഇപ്പൊ എന്തായിന്ന് വെച്ചാ അവള് നിന്നെ ഒഴിവാക്കിയിട്ട് ആ പിഴച്ചവളുടെ കൂടെ നടക്കുക. എന്തെങ്കിലുമൊക്കെ ആയിപ്പോട്ടെ, ഞാനെല്ലാം മറന്നു കഴിഞ്ഞു. ലണ്ടനിലേക്ക് പോവാ ഞാൻ. അവിടെ എനിക്ക് വേണ്ടി ഒരു പുതിയ ജീവിതം ഉണ്ടാക്കും. ഇവിടെ ഇരിക്കാം. അതിനു വേണ്ടിട്ടല്ലേ ഞാൻ നിന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ലോകം വളരെ ചെറുതാണല്ലേ? അതെ. വാ, വേറെ സ്ഥലത്തേക്ക് പോവാം. വേണ്ട. പേപ്പർ താ. എന്തിനാടാ? ഒരു പേപ്പർ തരാൻ. Cheers, സ്വപ്ന. Cheers. ഹായ് തമന്ന. ഹായ്. ഹായ്. നീ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലാന്ന് എനിക്കറിയാം. ആക്ച്വലി ഇന്ന് രാത്രി ഞാൻ ലണ്ടനിലേക്ക് പോകും, പുതിയ ജീവിതം ആരംഭിക്കാൻ. All the best. No God more bless. feelings. Oh, no feelings. Bye. Bye. Bye, Swapna. സ്വപ്ന, കഴിഞ്ഞുപോയ കാര്യം ഓർത്ത് എന്തിനാ വിഷമിക്കുന്നു? കരച്ചിൽ നിർത്ത് സ്വപ്ന. Excuse me. സന്തോഷായി അവൻ പോയല്ലോ. സ്വപ്ന, I love you, baby. പോയാൻ പോട്ടെ, ചതിയൻ.
ഇനി മുതൽ നിനക്ക് ഞാൻ, എനിക്ക് നീ. ഞാൻ പറഞ്ഞിരുന്നതല്ലേ എല്ലാ ആണുങ്ങളും ചതിയന്മാരാണെന്ന്. Do you love me? എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. സ്വപ്ന, ഇനി എന്തിനാ കരയുന്നേ? ഞാൻ കൊടുത്ത പണിയുണ്ട് അവനോട് ഓടിക്കളഞ്ഞില്ലേ? വന്ന് ഇറുക്കി കെട്ടിപ്പിടിച്ചേ. ഇന്ന് രാത്രി ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങും. കുറച്ചു ദിവസമായിട്ട് ഞാൻ ഒരു നിമിഷം പോലും ഉറങ്ങിയിട്ടില്ല. എന്താണോ? എങ്ങനെ ഉറങ്ങും? എന്റെ സ്വപ്നയെ എന്നെ നിന്ന് അവൻ പിരിക്കാൻ പോകുന്ന വിചാരത്തിൽ എനിക്ക് ഉറക്കം വന്നില്ല. ഇനിയും നിനക്ക് അവനെ വേണം തോന്നുന്നുണ്ടോ? വേണ്ട സ്വപ്ന, വേണ്ട. നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്നിവിടെ അവസാനിക്കും. അവസാനിക്കുമെന്നോ? എങ്ങനെ അവസാനിക്കുമെന്ന്? ആളുകളുടെ പ്രേമം അർത്ഥമില്ലാത്തതാന്ന് മനസ്സിലായില്ലേ? ഇനി നിനക്ക് ബുദ്ധി ഉദിച്ചില്ലേ? നിന്നെ പ്രേമിക്കാൻ ഞാനില്ലേ? അതുപോലെ ഒരു പെണ്ണിന് വേണ്ട ശരീരസുഖത്തെ മറ്റൊരു പെണ്ണിന് തീർച്ചയായും തരാൻ സാധിക്കും. അതിനെന്തിനാ ആണുങ്ങള്? ആ ശരീരസുഖത്തെ ഞാൻ നിനക്ക് തരാം. ഇതിനു വേണ്ടിയാണോ നീ എന്നെ രാഹുലിനെ തമ്മിൽ അകറ്റിയത്? അതെ, അവൻ നിനക്ക് ചേർന്നവനല്ല. എനിക്കും രാഹുലിനും ഇടയിൽ തുടക്കം മുതൽ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് രാത്രി പാർട്ടിക്ക് പോകും മുമ്പ് നീ അവന് ഫോൺ ചെയ്തതേ ഇല്ല അല്ലേ? ആ, ഞാൻ ചെയ്തു. കള്ളം പറയാ നീ, വീണ്ടും കള്ളം പറയാ. നമ്മൾ രണ്ടാലും രാത്രിയില് വേണ്ടാത്ത ബന്ധമുണ്ടെന്ന് നീ അവനെ ധരിപ്പിച്ചിരിക്കുക. അതെ, ഞാൻ വിശ്വസിപ്പിച്ചു. അതിനെന്താടി ഇപ്പോ? വാ, നീ സന്തോഷായിട്ടിരിക്കല്ലേ? പറ. നിന്റെ സൗന്ദര്യം, നിന്റെ ശരീരം എന്നും എനിക്ക് മാത്രം സ്വന്തം. അതവൻ ഇല്ലാതാക്കാൻ നോക്കുന്നു. അവനെ വെറുതെ വിടുവോ ഞാൻ? കൊന്നുകളയും ഞാൻ അവനെ, കൊന്നുകളയും. നീ എന്നും എന്റേത് മാത്രമാണ് സ്വപ്ന. നീ അറിയാതെ നിന്നെ ഞാൻ എന്നും അടിമുടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വേണ്ടെന്ന് പറയരുത്. എന്നെ വിട്. കൈയെടുക്കാൻ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? എവിടേക്ക് നീ പോവും? ഇതാടി പ്രേമം. അവൻ പോയി തൊലഞ്ഞില്ലേ? അവൻ ഇന്ന് രാത്രി പോവില്ല, നാളെ പോവുള്ളൂ. രാഹുൽ റെസ്റ്റോറന്റിൽ വെച്ച് നീ അറിയാതെ എനിക്കൊരു ലെറ്റർ തന്നു. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയാണ്. നീ ഒരു ലെസ്ബിയനാ. നീ എന്റെ ലവറാണോ അതോ ഭർത്താവോ? നീ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നേ? വൃത്തിയായിട്ടവളെ, എത്ര പ്രാവശ്യം അവൻ എന്നെ വോൺ ചെയ്തു. ഞാൻ അവന്റെ കൂടെ പോവാ. സ്വപ്ന, സ്വപ്ന, ഞാൻ നിന്നെ പോവാൻ സമ്മതിക്കില്ല. നിന്നെ എനിക്ക് വേണം. ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. സ്വപ്ന, കൈയെടുക്ക്. കൈയെടുക്കാൻ. Let me go. I love him. I love him. അവൻ ജീവനോടെ ഇരുന്നാലല്ലേ നീ അവന്റെ കൂടെ പോവൂ? അവരെ ഞാൻ കൊല്ലും. തമന്ന, തമന്ന, നീയോ? Can I come in? വാ. പറയ്. I'm sorry. എന്ത് പദ്ധതിയായിട്ടാ വന്നിരിക്കുന്നേ? ഞാൻ തെറ്റിദ്ധരിച്ചു. നിന്നെ സ്വപ്നയും പിരിക്കാൻ ശ്രമിച്ചതിന് മാപ്പ് ചോദിക്കാൻ വന്നതാ ഞാൻ. എന്തിനു വേണ്ടിയാ ഞങ്ങളെ രണ്ടാളെ അകറ്റിയത്? എന്താന്ന് വെച്ചാൽ ഞാൻ അവളെ പ്രേമിക്കുന്നു. നീ അതിന് തടസ്സമായി. എന്റെ ധാരണ ശരിയായിരുന്നു അല്ലേ? I am a lesbian.
രൂപമുള്ള പുരുഷൻ. ആണുങ്ങളെ പോലെ എനിക്ക് പെണ്ണിനോടാണ് ഇഷ്ടം. അതെന്റെ തെറ്റല്ല. ഈ ലോകം അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. Can I have some water, please? Some water. എന്തുപറ്റി? നീ വെള്ളം ചോദിച്ചോണ്ടാ ഞാൻ അന്ന് രാത്രി നിന്നെ കൊല്ലാൻ വന്നത് ഞാൻ തന്നെയാടാ. തമന്ന, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നെ വിട്. വെറുതെ വിടില്ല നിന്നെ. തമന്ന, എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നേ? എന്തിനു വേണ്ടി? She is my girl. അവൾ എന്റെ മാത്രമാണ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. കൊന്നാളെ ഞാൻ. കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിക്കേണ്ടി വന്ന കൈപ്പേറിയ അനുഭവം കൊണ്ട് ഞാൻ എങ്ങനെയായത്? കൈകൊണ്ടല്ലേ നീ കൈകൊണ്ടല്ലേ നീ എന്റെ സ്വപ്നം കെട്ടിപ്പിടിച്ചത്? രാഹുൽ വീട്ടിലുണ്ടോ? ആ ഉണ്ടല്ലോ. അവന്റെ തൊഴിലിന്റെ സ്വപ്നം അവൻ ചെത്ത് തൊലയട്ടെ. സ്വപ്നം വേണ്ട. ഈ ആണുങ്ങൾക്ക് പ്രണയത്തെ പറ്റി എന്തറിയാം? അവൻ ചത്താൽ എനിക്ക് സമാധാനമാവും. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത്. നിനക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തത്. എന്നെ വെറുപ്പാണെന്ന് പറയുന്നു. നിനക്ക് എങ്ങനെ മനസ്സ് വന്നു?
are a bloody bitch. I hate you. സ്വപ്ന നീ കരയരുത് നീ. Damn you, Tamanna. I hate you. ഇവനല്ലേ ഇവൻ തന്നെയല്ലേ ഇവൻ കാരണമല്ലേ നീ എന്നെ വെറുക്കുന്നേ? ഇവൻ ചാകുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണും. വേണ്ട Tamanna. സൂക്ഷിച്ച് പിടിക്ക്. രാഹുൽ, നീ എന്നോട് ക്ഷമിക്ക്. എനിക്ക് സത്യമൊക്കെ മനസ്സിലായി.